നമസ്കാരം. രണ്ടാമത്തെ വീഡിയോ അല്ലേ, ഗോപൻ എങ്ങനെ സ്വാമിയായി. ഇതിനകത്ത് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചഭൂത ശരീരസ്യ പഞ്ചഭൂതാനി ചൗഷധം എന്നാണ് ശാസ്ത്രം അല്ലെങ്കിൽ യോഗയുടെ ഒരു തത്വം. പഞ്ചഭൂതങ്ങളാകുന്ന ശരീരത്തിന് പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഔഷധവും. ഇതാണ് പഞ്ചഭൂത ശരീരസ്യ പഞ്ചഭൂതാനി ചൗഷധം. ഈ യോഗയൊക്കെ ചെയ്യുന്നവരുടെ ശരീരം വളരെ ആരോഗ്യ ദൃഢഗാത്രമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്, ഭക്ഷണം കൊണ്ടല്ല. ഈ പഞ്ചഭൂതങ്ങളെ ശരീരത്തിൽ ഉത്തേജിപ്പിച്ച് അങ്ങനെ നിലനിർത്തി പോരുകയാണ്, ഒരു ഭക്ഷണം കഴിച്ചിട്ടല്ല. നമ്മുടെ കോഴിക്കോട് ഒരു ഹിരാരക്തൻ മനേക്ഷ 1-2 വർഷത്തിനുള്ളിൽ അദ്ദേഹം സമാധിയായിരുന്നോ മരിച്ചെന്നോ ഒക്കെ വേണേൽ പറയാം, കാറ്റുപോയെന്നൊക്കെ പറയാം. അദ്ദേഹം ഇവിടുന്ന് കടന്നുപോയി. അപ്പം ഹിരാരക്തൻ മനേക്ഷ അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കത്തില്ലായിരുന്നു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നോക്കി, സൂര്യനിൽ നിന്ന് നമ്മുടെ അതിൻ്റെ രശ്മി കണ്ണിലേക്ക് വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ തന്നെ നമ്മുടെ തലയ്ക്കകത്തുള്ള ചില എനർജികൾ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ച് അങ്ങനെ എടുക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്കൊരു വിൽ പവർ ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്കൊരു ആദി വെപ്രാളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുകയില്ല. ശരീരത്തിൽ ബാധകളൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ സമാധിയുമായിട്ടുള്ള കാര്യങ്ങളാണ്. സമാധി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സമാധി എന്ന് പറയുന്നത് സമബുദ്ധി, സ്ഥിരത, അതാണ് ഇതിൻ്റെ പ്രധാന അർത്ഥം. അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ബാക്കി ഓരോ കാര്യങ്ങളുമായിട്ട് ഇത് ചേർത്ത് ഇണക്കി പറയുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. സമാധിക്ക് ഓരോ അർത്ഥങ്ങൾ, ഭാവാർത്ഥം എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്വാമിമാർ മരിക്കുമ്പോൾ സമാധി എന്ന് പറയുന്നു, മറ്റവർ മരിക്കുമ്പോൾ ചത്തെന്ന് പറയുന്നു, കുഴിച്ചിട്ടു എന്നൊക്കെ പറയുന്നതിന് പകരം ഇച്ചിരി മാന്യതയും ദിവ്യത്വം ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇതിന് ഇങ്ങനൊരു ഇത് കൊടുക്കുന്നത്. ഈ സമാധിക്ക് ഇങ്ങനൊരു എല്ലായിടത്തും ഇത് ഉപയോഗിച്ച് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറയുന്നത് ഹൃദിപ്രാണോ ഗുദേ അപാനോ സമാനോ നാഭി സംസ്ഥിത ഉദാനോ കണ്ഠദേശസ്ഥ വ്യാന സർവ ശരീരക എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃദിപ്രാണോ ഗുദയപാനോ സമാനോ നാഭി സംസ്ഥിത ഉദാനോ കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക. ഹൃദയത്തിൽ പ്രാണൻ വസിക്കുന്നു. ജീവന് കാരണമായ പ്രാണൻ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഗുദേ അപാനോ മലദ്വാര ഭാഗത്ത്, വിരേചന ഇതിൻ്റെ ഭാഗത്ത് അപാനൻ എന്ന പ്രാണനാണ്. അത് വിരേചനവുമായിട്ട് ശരീരത്തെ ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രാണനാണ്. നമ്മുടെ ഈ മലം ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അഴുക്ക് എന്നാണ് മലത്തിൻ്റെ അർത്ഥം, അഴുക്കെന്നാണ്. കാരണം അത് ഇനി വേറൊരു ശ്ലോകത്തിൽ നമുക്ക് പറയാൻ പറ്റും. യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന യോഗാവരോക്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മീം ഓം ശാന്തി എന്നാണ് പറയുന്നത്. അത് യോഗ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പതഞ്ജലി മഹർഷിയെ നമിച്ചിട്ട് ഗുരുവിനെ ഒരു നന്ദിയൊക്കെ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നൊക്കെ പറഞ്ഞ പോലെ ഗുരുവിന് ഒരു നന്ദി വാക്ക് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ശ്ലോകമാണത്. അപ്പോൾ ഹൃദയത്തിൽ പ്രാണൻ വസിക്കുന്നു, ഗുദത്തിൽ അപാനൻ വസിക്കുന്നു. അപ്പോൾ അപാനൻ എന്ന് പറയുന്ന പ്രാണനാണ് വിരേചന കർമ്മങ്ങൾ. അതായത് മലം ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ല. അത് മൂലം നമ്മുടെ വൻകുടലിനോ അല്ലെ ആ ഭാഗത്തോ ഒന്നും കേടുപാടുകൾ, അതായത് വേസ്റ്റായിട്ടുള്ള ഈ സാധനം വയറ്റിൽ കിടക്കുമ്പോൾ അത് നമ്മളിപ്പോൾ കീഴ്വായു ഒക്കെ വന്ന് വളരെ മണമുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം അപാനൻ എന്ന ഒരു എനർജി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് യോഗയുടെ ഒരു കൺസെപ്റ്റ്. ആധുനിക ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് അതിനെ വിവരിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. യോഗയുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്ന് പഴയ കാലത്ത് കണ്ടുപിടിച്ച തത്വങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അപാനൻ ഹൃദിപ്രാണോ ഗുദയ അപാനോ സമാനോ നാഭി സംസ്ഥിത. നാഭി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാരിക്കുഴി, ഇങ്ങനെ ഈ വാരിയിൽ വന്ന് കയറുന്ന നടുക്കുള്ള ആ ഒരു പ്രദേശമാണ്. നെഞ്ചും കൂടിന് തൊട്ട് താഴെയായിട്ട് വരുന്നത്. നമുക്കൊരു പേടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വികാര വിക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മിന്നലും കാളലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അപാനൻ സമാനൻ എന്ന് പറയുന്ന പ്രാണനാണ് ഈ നാഭിയിൽ ഉള്ളത്. സമാനൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സാത്വികമായിട്ടൊക്കെ നമ്മൾ നിലനിർത്തുന്ന ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി അവിടെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഉദാനോ കണ്ഠദേശസ്ഥ. കണ്ഠത്തിൽ ഉദാനൻ എന്ന് പറയുന്ന പ്രാണനാണ് വസിക്കുന്നത്. ഉദാനൻ എന്ന് പറയുമ്പോൾ വിശുദ്ധി,
വിശുദ്ധ ചക്രമാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ മനുഷ്യൻ വിശുദ്ധമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദാനൻ പൂർണ്ണമായിരിക്കണം. കള്ളം പറയാതിരിക്കണമെങ്കിൽ, അതുപോലെ മറ്റുള്ളവർക്ക് നന്മ മാത്രം വിചാരിച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉദാനൻ എന്ന പ്രാണനെ ശുദ്ധി ചെയ്താൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അല്ലാത്തവർ എത്രയൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ പുണ്യാത്മാക്കളാണ് സ്വാമിമാരാണെന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. ഇപ്പം അച്ഛന്മാരുടെ കൂടെ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഇതിലുണ്ട്. രാഷ്ട്രീയക്കാർ, സ്വാമിമാർ, എല്ലാവരുടെ ഇടയിലുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉദാനൻ എന്ന പ്രാണൻ പൂർണ്ണമാകാത്തത് കൊണ്ടാണ്. അതായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിന്മ ചെയ്യാനോ തിന്മ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. അതിലെത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ശിവൻ്റെ കാര്യത്തിൽ പാമ്പൊക്കെ കൊടുക്കുന്നത് ആ ഒരു യോഗിൻ്റെ പൂർണ്ണത കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ സംസാരം മുഴുവൻ വളരെ ശുദ്ധവും പൂർണ്ണവുമായിരിക്കണമെന്നുള്ളതാണ്. വ്യാന സർവശരീരക എന്നാണ് പറയുന്നത്. ഉദാനോ കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക ഹൃദി പ്രാണോ ഉദയവാനോ സമാനോ നാഭി സംസ്ഥിത ഉദാനോ കണ്ഠദേശസ്ഥ. 4ാമത്തെ പ്രാണനാണ് ഉദാനൻ, അതിവിടെയാണ്. വ്യാന സർവശരീരക എന്നാണ് പറയുന്നത്. ഈ വ്യാനന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുമ്പോൾ വലിയ ഇതൊന്നുമില്ല, ശരീരത്തിൽ അതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ വ്യാനനായിരിക്കാം നമ്മളെ ആത്മാവിനും ശരീരത്തെയും കൂടെ ബോണ്ട് ചെയ്യുന്നതും എന്നും ഒരു തോന്നലുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ വ്യാനൻ്റെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത്, പഠിപ്പിക്കുന്നത്, ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിയുമ്പോൾ എല്ലാ പ്രാണനുകളും തന്നെ പോകും. പക്ഷെ വ്യാനൻ ശരീരത്തിൽ നിൽക്കും. 5ാമത്തെ പ്രാണനായ വ്യാനൻ ശരീരത്തിൽ നിൽക്കും. പഞ്ചഭൂതങ്ങളിലൊന്ന് വ്യാനനാണ്. അപ്പോൾ ആ വ്യാനൻ ശരീരത്തിൽ തന്നെ നിൽക്കും. അതാണ് ശരീരത്തെ ദഹിപ്പിക്കുന്നത്. അതായത് അഴുകാനായിട്ട് പുഴുക്കളെയൊക്കെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ, കോശങ്ങളെയൊക്കെ വിഘടിപ്പിച്ചൊക്കെ ചെയ്യുന്നത് ഈ വ്യാനൻ എന്ന് പറയുന്നത്. വ്യാനൻ സർവ്വശരീരക, ശരീരം മുഴുവൻ ഇത് വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം വിശുദ്ധന്മാരായ സാത്വികന്മാരായ നല്ല മനുഷ്യരൊക്കെ എന്നൊക്കെ പറയുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സ്വയം നമ്മൾ സമാധിയാകുക, അല്ലെങ്കിൽ സ്വയം നമ്മൾ ശരീരം വിടുക, സമാധി എന്ന് പറയാൻ പറ്റത്തില്ല, ശരീരം വിട്ടുപോകുന്നു, സ്വയം ശരീരം വിട്ടുപോകുന്നു എന്ന് പറയുന്നതാണ് യോഗ ഇതിൽ. ആ കറക്റ്റ് ദൈവം നിശ്ചയിച്ച സമയം കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് സ്വയം ശരീരത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഈ ശരീരത്തിലെ ഈ അപാനൻ എന്ന പ്രാണനും കൂടെ അങ്ങ് പോയാൽ ഈ ശരീരം പിന്നെ ഉണങ്ങക്കൊട്ട് പോലെ തന്നെ, കൊട്ടടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങിരിക്കും. ഒരിക്കലും ഇത് അഴുകത്തില്ല. ഇപ്പം ഈ ചില ആളുകൾ ഈ സമാധിയായിട്ട് ഇങ്ങനെ ഈ ഇതിൽ ഇങ്ങനെ എന്താ പറയുന്ന ഒരു മുറിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ കെട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഇരുത്തി ഒക്കെ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ അവരെന്താ ചെയ്യുന്നു? അവർ ഭക്ഷണവും വെള്ളവും ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഇരുന്ന് അങ്ങനെ കിടന്ന് മരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ദേഹവിയോഗം ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ശരീരത്തിൽ ഒരുപാട് ജലാംശം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ വയ്ക്കുന്നത് കൊണ്ടാണ് അവർ ഈ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ഗോവൻ സ്വാമിയെ വെച്ചതുപോലെ ഒരു കെട്ടുണ്ടാക്കി ആ കെട്ടിനകത്ത് ഇരുത്തി ഒക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ മണം ഒഴുകി ഇങ്ങനെ ജലമൊക്കെ ഒഴുകി ഇതിൻ്റെ ചലമൊക്കെ ഒഴുകി ഇങ്ങനെ പുഴുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സമാധിയായിട്ട് അങ്ങനെ ഇരുത്തണമെന്ന് പറയുന്ന ചില സ്വാമിമാരും ആളുകളും ഇതുപോലെയുള്ള യോഗിമാരൊക്കെ പറയുന്നത്. അത് കൂടുതലും ആത്മീയ ആചാര്യന്മാരാണ്. അങ്ങനെ ഈ യോഗയിലുള്ളവരൊന്നും ഇങ്ങനെ ഇരിക്കാനൊന്നും അവർക്ക്, മറ്റുള്ളവരുടെ പൂജയൊന്നും വാങ്ങാൻ അവർക്ക് താല്പര്യമില്ല. അവിടെ യോഗികൾക്കൊന്നും താല്പര്യമില്ല. അഘോരികൾ അങ്ങനെ ഇരുത്താറുണ്ട്, അഘോരികൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഇതിൽ കെട്ടിലിങ്ങനെ ഇരുത്തുമ്പോഴത്തേക്ക് ശരീരം ചീർക്കാതിരിക്കാനും അങ്ങനെയൊക്കെ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ജലപാനമൊക്കെ കുറച്ച് ശരീരം ഉണക്കിയെടുക്കും. അതൊക്കെ മനസ്സിൻ്റെ ഒരു കഴിവാണ്. അസ്ഥി പോലെ ഉണങ്ങി എല്ലാം ഇതായിട്ട് വരും. ജലാംശം വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനകത്ത് വന്ന് ഭസ്മമൊക്കെ ഇട്ട് കർപ്പൂരമൊക്കെ ഇട്ട് അങ്ങനെയുള്ള പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. രുദ്രാക്ഷം, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. പിന്നെ ആയുർവേദ കുറേ മരുന്നുകൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വെക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ടിബറ്റിലൊക്കെ ബുദ്ധ ജൈന സന്യാസിമാർ, ടിബറ്റിലും അതുപോലെ ചൈനയിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നേപ്പാളിലുമൊക്കെ ഒരുപാട് ബുദ്ധ ജൈന സന്യാസിമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കുടത്തിലൊക്കെ ആക്കിയിട്ട് ഇവരെ ഇങ്ങനെ വെക്കും. കുടത്തിലാക്കുന്ന പ്രധാനികൾ, ഏറ്റവും പ്രധാനമായിട്ടും കുടത്തിലാക്കി വെക്കുന്ന ആളുകൾ ഇസ്രായേലുകാരാണ്. അവരാണ് നന്നങ്ങാടിയൊക്കെ കണ്ടുപിടിക്കുകയും അവരുടെ ഇതിലാണ് അങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേലുകാരുടെ പാരമ്പര്യത്തിൽ അവരുടെ കല്ലറയിൽ ഒരു ദ്വാരമുണ്ട്. ക്രിസ്തുവിൻ്റെ ഇതിനകത്ത് പറയുന്നുണ്ട്, കല്ലുരുട്ടി വയ്ക്കുന്ന ഒരു ഇത് പറയുന്നത് കൊണ്ട്, യഹൂദനായതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്തൂടെ ഇറങ്ങി അകത്ത് പോയി തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ഇവർ തൈലാഭിഷേകം നടത്തുമായിരുന്നു. ഇപ്പോൾ എനിക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ അടുത്ത കാലം എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ എൻ്റെ ഒരു 100 വർഷത്തിനുള്ളിലൊക്കെ
അവരങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ നമ്മുടെ മുനിയറകളെന്നൊക്കെ പറയുന്നത് അത് 90% അത് യൂതന്മാരുടെയാണ്. യഹൂദന്മാർ ഈ നാട്ടിൽ താമസിച്ച് തടി വ്യാപാരവും മറ്റുമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 4000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ള അഗസ്റ്റ സീസറിൻ്റെ ഒരു പ്രധാനി അവരുടെ ഒരു ഔട്ട് ഹൗസ് ഇവിടെ കൊടുങ്ങല്ലൂർ മുസരിസ് പട്ടണമെന്ന് ആയിരുന്നു അന്ന്. തമിഴ്നാട്ടിൻ്റെ ഒരു ഇതിലായിരുന്നു. മുസരിസ് പട്ടണത്തിൽ റോമൻ പ്രതിനിധി ഇവിടെ താമസിച്ച് അവരുടെ ഗവർണർ സ്ഥാനമുള്ള ഒരാൾ ഇവിടെ താമസിച്ച് കച്ചവടം ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് ഇരിക്കും. ശരിക്കും അത് ഒരാളുടെ ഒരു ആത്മീയാചാര്യനാണ് ഇങ്ങനെ കൂടുതലും ചെയ്യുന്നത്. യോഗികളൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ആത്മീയ പ്രഭാഷണമൊക്കെ നടത്തി ഈ മണിയടിയും കൊട്ടും പൂജയും അങ്ങനെയൊക്കെ വെച്ച് അവരുടെ ഇടയിൽ ഒരു ആൾദൈവമായി മാറാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ചെയ്യത്തുള്ളൂ. ശരിക്കും ഒരു ശരീരത്തെ വിട്ടുപോയാൽ ആത്മാവ് ഉപേക്ഷിച്ച ഉച്ഛിഷ്ടമാണ് ശരീരമെന്ന് പറയുന്നത്. ആത്മാവ് അതിനെ ഉപേക്ഷിച്ചു. നമ്മൾ വിരേചന കർമ്മം ചെയ്യുന്നത് പോലെ, വിളിക്കിറങ്ങുന്നതൊക്കെ പറയുന്നത് പോലെ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. ഇട്ടിട്ട് ശരീരം ആത്മാവിനെ ഉപേക്ഷിക്കുകയല്ല. ആത്മാവ് ശരീരത്തെ പിറകോട്ട് തള്ളിയിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ശരിക്കും യോഗി മരണം എന്നൊക്കെ പറഞ്ഞത്. യോഗികളൊക്കെ മരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഇക്കക്കള്ളി ഇല്ലാതെ വന്ന് ഞെക്കി പുറത്തി ആടുന്ന പോലെ താടി ഇങ്ങനെ വലിച്ചൊക്കെ വരുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ യോഗിമാരങ്ങനെയല്ല. അവർ ആ കറക്റ്റ് ടൈമിൽ അവർ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. ഈ പുറത്തു പോകുന്നത് തന്നെ പല ടൈപ്പുണ്ട്. ഒന്ന് നിത്യമരണത്തിലേക്ക് പോകുന്ന ആ സമയമെത്തി, വെച്ചാൽ ദൈവം നിശ്ചയിച്ച സമയമെത്തി ആ കറക്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ കറക്റ്റ് ചക്രത്തിൽ ഇങ്ങനെ വന്ന് മുട്ടിപ്പോകേണ്ട സമയമായി. പിന്നെ ഈ ശരീരവുമായിട്ട് പിന്നെ അവർക്ക് ഒരു ബന്ധവുമില്ല. എന്നാൽ വേറൊരു തരം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയും സമാധി എന്ന് പറയാറുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, യോഗയിൽ ധ്യാനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഇങ്ങനെ സമാധി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇത് ഏറ്റവും പരമകോടി എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 സെക്കൻഡ്, അര സെക്കൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയിൽ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നാളൊന്നും അവിടെ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ഈ ശരീരത്തിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റും. ഇത് ഇംഗ്ലീഷിൽ ആസ്ട്രൽ ട്രാവൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഹിന്ദി വാക്ക് ഞാനിപ്പോൾ മറന്നു വിട്ടുപോയി. ഒരുപാട് നാളായി ഇതെല്ലാം കൂടെ ഒത്തിരിക്കാണെങ്കിലും പറ്റത്തില്ല. അപ്പോൾ ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇംഗ്ലീഷിലത് പറയുന്നത്. ഈ നന്ദൻകോട് കൊലക്കേസിൽ അപ്പനെയും അമ്മയെയും സഹോദരിയെയും കഴുത്തറുത്ത് പോകുന്ന സഹോദരൻ, ആ പറയുന്ന വ്യക്തി ഇങ്ങനെ ആസ്ട്രൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവനൊരു അരവട്ടായിട്ട് പറഞ്ഞത്, ഞാൻ ആത്മാവാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് കുറ്റമില്ല എന്നുള്ള. ഇതൊരു പൈശാചികതയാണ്. പിശാച് ആദ്യം മുതൽക്ക് നുണയരുടെ പിതാവും കൊലപാതകിയാണ്. അസുരഭാവങ്ങളാണ് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മളിൽ ഗുരുമുഖത്തു നിന്ന് ഇതെല്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അസുരഭാവം നമ്മളിൽ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അസുരഭാവത്തെ ഹനിച്ച് നന്മയെ, ദേവഭാവത്തെ, ഗുരുഭാവത്തെ ഇതാക്കാനാണ്. അപ്പം 2 തരം ഇതുണ്ട്. ഒന്ന് സ്വാമി എന്ന് പറയുമ്പോൾ അതും ഗുരുവാണ്. അതും ഗുരു തന്നെയാണ്. ഗുരു എന്ന് പറയുമ്പോൾ അന്ധകാരത്തെ നീക്കി നമുക്ക് വെളിച്ചം തരുന്ന, അറിവിനെ നൽകുന്ന ഒരാൾ, അതാണ് ഗുരു. ലഘുവല്ല, ഗുരു. വിശാലമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാൾ ആണ് ഗുരു എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ഗുരു എന്നൊക്കെയാണ് വിളിക്കുന്നത്. ശങ്കരാചാര്യർ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അപ്പോൾ നാരായണ ഗുരുവും ഇതുപോലെ തന്നെ ധ്യാനത്തിലും മറ്റുമൊക്കെ ഇത് നേടിയ ഒരാളാണ്. അപ്പോൾ ഈ ആസ്ട്രൽ ട്രാവലറിനെ ചിലർ ഇപ്പോൾ 1 മാസമോ 2 മാസമൊക്കെ ഇങ്ങനെ ഞാൻ സമാധി ഇരിക്കുക എന്നൊക്കെ പറയും. ഈ സമാധി ഇരിക്കുമ്പോൾ ഇതിനകത്ത് ആസ്ട്രൽ ട്രാവലർ പരമാവധി ചെയ്യാൻ പറ്റുന്നതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷിക ടൈം ഭൂമിയിലെ ഇതനുസരിച്ച് 3 ദിവസമാണ്. 3 ദിവസത്തിനപ്പുറം ഒരാൾ ആസ്ട്രൽ ട്രാവൽ നടത്തിയാൽ അയാൾ മരിച്ചു പോകും. ശങ്കരാചാര്യർ ഇങ്ങനെ ആസ്ട്രൽ ട്രാവൽ നടത്തിയിട്ടുണ്ട്. അത് ദേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ മരണമല്ല, ദേഹത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പുറത്തു വന്നിട്ട് വേറൊരു രാജാവിൻ്റെ ദേഹത്ത് കയറി എന്താണ് വിവാഹമെന്ന്, വിവാഹ ജീവിതമെന്ന് പഠിക്കാനായിട്ട് അദ്ദേഹം പോയതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ദഹിപ്പിക്കാനായിട്ട് ഇതിൽ വെക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വരികയും ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോയതാണ് എന്ന് പറയുകയൊക്കെ ചെയ്തതായിട്ട് ചരിത്രമുണ്ട്. അത് ഒരു പരിധിവരെ ശക്തിമാണ്, അങ്ങനെ പോകാൻ പറ്റും. 3 ദിവസത്തിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. ക്രിസ്തു 3 ദിവസത്തിനുള്ളിലാണ് ശരീരം വീണ്ടെടുത്ത് പോകുന്നത്. ശരിക്കും ഒരാൾ എന്താ പറയുന്നത്, സമാധിയിരിക്കുന്ന ഒരാൾ പരമാവധി 3 ദിവസം ക്ഷമിക്കണം, അയാൾക്ക് ശരീരത്തിൻ്റെ വെളിയിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും. മരണമല്ലാതെ തന്നെ. എന്നാൽ ശ്വാസമൊന്നും നമുക്ക് കാണത്തില്ലായിരിക്കാം, പക്ഷേ ശരീരം മരിക്കത്തില്ല, മരണത്തിലേക്ക് പോകത്തില്ല. 3 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാം.
ഇത് പരമാവധി 3 ദിവസം എടുത്തുള്ളൂ. അപ്പോൾ ഈ 2 മാസം 1 മാസമൊക്കെ സമാധി ഇരുന്നു. അപ്പോൾ ഇരിക്കുന്ന പോസ്ചറിൽ ഒരേ ഇരിപ്പ് തുടരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഉള്ളിൽ ആളുണ്ട്. പരമാവധി നടക്കാൻ പറ്റുന്ന, ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന, അല്ലെ വെളിയിൽ പോകാൻ പറ്റുന്നൊരു സമയമാണ് ഈ 3 ഇതെന്നൊക്കെ പറയും. നമ്മൾ അനന്തപത്രത്തിലൊക്കെ കാണുന്ന പോലെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വേറൊരാളുടെ ദേഹത്ത് കയറുന്ന പോലെയൊക്കെയുള്ള പ്രവൃത്തികളാണ്. അതൊക്കെ പൈശാചികതയാണ്. ഇങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ പുറത്തു പോകുന്ന ചില ആളുകൾ അത് ഈ എന്താ പറയുക, ആത്മീയ ലോകത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ വഴിതെറ്റി പോകാം. നമ്മൾ വേണ്ട വിധത്തിൽ നമുക്ക് വിശുദ്ധിയോ നന്മയോ അല്ലെങ്കിൽ ദൈവിക സംരക്ഷണമോ നമുക്ക് പ്രാർത്ഥിച്ച് നേടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഇറങ്ങിപ്പോകുന്ന പോക്കിൽ വല്ല വിശ്വാസികളൊക്കെ വിളിച്ച്, അസുരന്മാരൊക്കെ വിളിച്ച് നമ്മളെ കൂട്ടി അങ്ങനെ പോകും. പിന്നെ അത് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥകളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഒരു 10 ദിവസമൊക്കെ നമ്മൾ യോഗിക് പോസ്റ്ററിൽ നമുക്ക് ഇരിക്കാം. ഹഠയോഗികളൊക്കെ മാസക്കണക്കിനൊക്കെ ഇരിക്കാറുണ്ട് യോഗികൾ. അപ്പോൾ അതൊന്നും സമാധി എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ സമാധി എന്ന് അതിന് പറയുന്നതിൻ്റെ കാരണം സ്ഥിരബുദ്ധി എന്ന, സമബുദ്ധി അല്ലെങ്കിൽ സ്ഥിരബുദ്ധി, സ്ഥിരത എന്നതിൻ്റെ ഒരു അർത്ഥത്തിലാണത് പറയുന്നത്. പിന്നെ ഈ ആത്മീയ ആചാര്യരിൽ സ്വാമി എന്ന് പറയുമ്പോൾ അത് ആത്മീയ ആചാര്യനാണ്, ആത്മീയ ഗുരു. അവരെയാണ് സ്വാമി എന്ന് പൊതുവെ പറയുന്നത്. സ്വാമിമാർ എന്ന് പറയുമ്പോൾ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തി ആത്മീയമായി നയിക്കുകയും സമാധാനവും ശാന്തിയെ കൊടുക്കുകയും പ്രാർത്ഥന കാര്യങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്ത് ജനത്തെ നയിക്കുന്ന ഒരാളാണ് സ്വാമി. മറ്റത് ഗുരു എന്നാണ് പറയുന്നത്. ഗുരു എന്ന് പറയുമ്പോൾ ഉപദേശങ്ങൾ കൊടുത്ത് അന്ധകാരത്തെ നീക്കി പ്രകാശത്തെ കൊണ്ടുവരുന്ന ഒരാളെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം സഹനാവതു സഹനൗനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധി തമസ്തു മാ വിദ്വേഷാവഹൈ ഓം ശാന്തി എന്നാണ് പറയുന്നത്. അത് ഗുരുവിനോടൊപ്പം പഠിക്കുന്നതിനെ കുറിച്ചാണത്. ഗുരുവിനോടൊപ്പം ഒരേ വീര്യത്തിൽ, ഒരേ താല്പര്യത്തിൽ, പരസ്പരം സ്പർദ്ധയില്ലാതെ, വിദ്വേഷമില്ലാതെ, നമുക്കിടയിൽ കലഹങ്ങളില്ലാതെ പോകുന്ന, അത് വിവാഹ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ശ്ലോകമാണ് ഈ പറയുന്ന ഓം സഹനാവതു എന്ന് പറയുന്നത്. ഒരുമിച്ച് അനുഭവിക്കുക, ഒരുമിച്ച് കരുതുക, ഒരുമിച്ച് പോവുക, ഒരുമിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുക്കന്മാരുമായിട്ട് ഇത് ചേർന്ന് പറയുന്നതിൻ്റെ കാര്യം ഗുരു ശിഷ്യനിൽ നിന്നും ശിഷ്യൻ ഗുരുവിൽ നിന്നും ഒരുപോലെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ഒരുമിച്ച് നമ്മൾ ഈ യാത്ര തുടരാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. വിദ്വേഷവും വെറുപ്പും ഒന്നുമില്ലാതെ ഒരേ സ്നേഹത്തിൽ, ഒരേ തീവ്രതയിൽ, ഒരു ടീം സ്പിരിറ്റിൽ പോകാം എന്നുള്ളത് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അപ്പോൾ ഈ അസൽ ട്രാവൽ നടത്തുന്നവർ പലരും 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. ചില അത്രയും കൂടെ എടുക്കത്തില്ല. ചിലരൊരു അരയടി അല്ലെ 1 മീറ്റർ അല്ലെ 2 മീറ്റർ അല്ലെ ഇത്രയൊക്കെ പോകത്തുള്ളൂ. ചിലർ അതല്ലാതെ ഈ കൂടുതലൊക്കെ പോകാറുണ്ട്, പോയിട്ട് തിരിച്ചു വരാറുണ്ട്. അവർ ഓരോരുത്തരുടെ കഴിവുകളാണ്. ഇത് ഫിസിക്കൽ എക്സർസൈസിലാണ് ഇത് നേടിയെടുക്കുന്നത്. എല്ലാവരും ഇതിനൊന്നും ഇൻ്റർനെറ്റിലൊക്കെ വായിച്ച് പഠിച്ച് ഇതിലേക്കൊക്കെ പോകാതിരിക്കുക. വട്ടായി, ഭ്രാന്തായി. ഇതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് യോഗ പഠിച്ച് ഭ്രാന്തായി എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ യോഗ പഠിക്കുന്നവർക്കൊന്നും ഭ്രാന്തുണ്ടാകത്തില്ല. അതിനെ അതിജീവിച്ച്, എത്ര വലിയ മാനസിക പ്രശ്നങ്ങളിൽ വന്നാലും അവരതിനെ അതിജീവിച്ച് പുറത്തു വരും എന്നുള്ളൊരു ഇതാണ് യോഗയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം ബുദ്ധിഭ്രമം ഉണ്ടാകാനുള്ള കൈവിഷം പോലുള്ള കാര്യങ്ങൾ കൊടുത്താൽ പോലും ഒരു നിശ്ചിത സമയത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ശരീരത്തിലുണ്ടാകാം. പക്ഷേ ഒരു യഥാർത്ഥ യോഗിയാണെങ്കിൽ അദ്ദേഹം അതിനെ അതിജീവിച്ച് ശരീരത്തെ ക്ലെൻസ് ചെയ്ത് ഒരു നിശ്ചിത സമയം കൊണ്ട് ആ സാധനങ്ങളെ, ബാധകളെല്ലാം പുറത്തു കളയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതാണ് ആത്മീയ ബന്ധം എന്ന് പറയുന്നത്, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ആത്മീയ ഇതിലേക്ക് പോകുമ്പോൾ കാണുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം, സത്യമല്ലാതിരിക്കാം. തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന തോന്നലുകൾ ഉണ്ടാകാം, പലതരത്തിലുണ്ട്. ചില ആളുകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നു. ശരിക്കും അവർ മരിച്ചിട്ടില്ല. ഈ ആത്മാവ് തൽക്കാലത്തേക്കൊന്ന് പുറത്തേക്കൊന്ന് നീങ്ങുന്ന ഒരവസ്ഥ അവിടെ എങ്ങനെയോ സംജാതമാകുന്നു. അത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ ഈ യോഗ പഠനങ്ങളിലൊന്നും അതൊന്നും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന്. ഇപ്പം അങ്ങനെ പോയി വന്ന സ്വന്തം ശവാടക്ക് കണ്ട മനുഷ്യരെയൊക്കെ നമുക്കറിയാം. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മരിച്ചു കിടക്കുന്ന സമയത്ത് ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് ചിതയിൽ വെക്കുന്നു. ആ സമയത്ത് അവർ പെട്ടെന്ന് ഉണർന്നു വരികയാണ്. അപ്പോൾ അവർ തൊട്ടടുത്ത് നിന്ന് ഇത് കാണുകയാണ്. ഒരു പറമ്പിലോ അല്ലെ അപ്പുറത്തോ എവിടെയെങ്കിലും പുറകിലൊക്കെ നിന്ന് ഈ കർമ്മങ്ങൾ ഇങ്ങനെ കണ്ടവരും ഒക്കെ ഉണ്ട്. അതെത്രമാത്രം ശരിയാണ് തെറ്റാണ് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം മരിച്ചവർ തിരിച്ചു വന്ന് നമ്മളെ വഴിതെറ്റിക്കാം. അവർ പറയുന്നതൊക്കെ ശരിബോധത്തിലല്ല അവർ പറയുന്നത്. കാരണം ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. തിരിച്ചു വരുമ്പം അപ്പുറത്തുള്ള കാര്യം അതേപടി ഈ ആൻറ്റിന സെൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അപ്പം മരിച്ചവർ തിരിച്ചു വന്നിട്ട് പറയുന്നതൊക്കെ സത്യമാണ്, കണ്ടത് അങ്ങനെ ഇങ്ങനെ കണ്ടതെന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു ചിലപ്പോൾ തോന്നലുകളാകാം. ചില ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ട്. അവർ ഇങ്ങനെയുള്ള വെടിവായ്ത്തരങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനൊന്നും ശ്രമിക്കത്തില്ല. എല്ലാം ഗോപ്യമായിട്ട് വെക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സമാധി എന്ന് പറയുമ്പോൾ ഈ ആത്മീയ ആചാര്യന്മാരാണ് ഈ ശവത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ ഭൗതിക ശരീരമല്ലേ ശവം, ഭൗതിക ശരീരം ഇച്ചിരി ശ്രേഷ്ഠമായിട്ടൊക്കെ പറയുന്നതല്ല, ശവം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഡെഡ് ഡെഡ് ബോഡി എന്നൊക്കെ മാത്രമാണ് അതിന് പറയുന്നത്, പേര് പറയത്തില്ലല്ലോ. അപ്പോൾ ഈ ശവത്തെ നമ്മൾ കുറച്ച് പൂജ്യമായിട്ട് ഇതുപോലെ ഒരു ഗുഹയ്ക്കകത്തോ എന്തെങ്കിലും ഒരു കെട്ടിനകത്തൊക്കെ ഇരുത്തി അതൊക്കെ മൂടി ഇങ്ങനെ വെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവർക്ക് തന്നെത്താൻ ഒരു മഹത്വം കിട്ടാനും അവരുടെ അനുയായികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അവർ ഉണ്ടാക്കിയ ആ ഒരു
ഒരു ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസ സമൂഹത്തെ നിലനിർത്താനൊക്കെ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു മാർഗപാത്രമാണ്. അല്ല അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കഥകളൊന്നും അതിന് ഒരു അടിസ്ഥാനങ്ങളൊന്നുമില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ആത്മാവ് ഇതിനെ ഉപേക്ഷിച്ചിട്ട് തള്ളി ഭൂമിയിലേക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. അതായത് ഉച്ഛിഷ്ടമാണ്, അല്ലേ? നമ്മൾ പുറത്തേക്ക് വിരേചിക്കുകയാണ്. നമ്മൾ ആത്മാവ് ശരീരത്തെ വിരേചിച്ചിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ അത് ഉച്ഛിഷ്ടമാണ്. ആ ഉച്ഛിഷ്ടത്തിലേക്ക് പിന്നെ ആത്മാവ് വരത്തില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മരണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. മരണം നടന്നാൽ പിന്നെ അത് പരബ്രഹ്മത്തിൽ നിന്ന് പ്രത്യേക ഒരു പെർമിഷൻ ഓർഡറൊക്കെ അടിച്ച് സീലൊക്കെ വെച്ച് കൊണ്ടുവന്നാലേ തിരിച്ച് ശരീരത്തിലോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം അത് ബോണ്ട് ചെയ്യുന്ന ആ ഒരു സാധനം പരബ്രഹ്മത്തിലാണ് ഇരിക്കുന്നത്. വേറെ ആർക്കും അതിൻ്റെ ഒരു ജീവനെടുക്കാനും കൊടുക്കാനും അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരം അത് പരബ്രഹ്മത്തിലാണ് മുഴുകിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ തിരിച്ചു വന്നെന്ന് പറയുന്നവരിൽ പലരും യഥാർത്ഥ മരണത്തിലേക്ക് പോയിട്ടില്ല. അത് കുറച്ച് നേരത്തേക്ക് താൽക്കാലികമായിട്ട് അത് ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ആത്മാവിൻ്റെയോ ഏതോ ഒരു സ്ഥിതിവിശേഷം കൊണ്ട് ഏതോ ഒരു അവസ്ഥയിലേക്ക് അവർ താൽക്കാലികമായിട്ടൊന്ന് മാറ്റപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ വീണ്ടും തിരിച്ചു വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇപ്പം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യകാലം എടുക്കുമ്പോൾ മരിച്ചവർ തിരിച്ചു വന്ന് സാധിക്കുന്നവരെ കൂടെ വഴിതെറ്റിക്കുമെന്നാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് പലതും വഴിതെറ്റിക്കാനാണ്. അപ്പം ഈ മരിച്ചവർ തിരിച്ച് ഉയർത്തു വരുന്നത് ചിലപ്പോൾ ഇവരുടെ ആത്മാവ് തന്നെ ആയിരിക്കത്തില്ല. അസുര പിശാചുക്കൾ ഒക്കെ ഈ ശരീരം എടുത്ത്, കാരണം നന്മയെ നശിപ്പിക്കുകയാണ്. ഇതൊരു യുദ്ധമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള നിലയ്ക്കാത്ത ഒരു പോരാട്ടമാണ്. അന്ത്യം വരെയും ലോകാവസാനം വരെ എന്ന് പറയുന്നത് പോലൊരു പോരാട്ടമാണിത്. ഇപ്പോൾ ഈ 90% മരിച്ചിട്ട് ഞാൻ 2 ദിവസം മരിച്ചു, എന്നെ ഫ്രീസറിൽ വെച്ചു, അപ്പം എൻ്റെ കൈ അനങ്ങുന്ന കണ്ടു, അങ്ങനെ എടുത്തു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മരണം സംഭവിക്കുന്നില്ല. പക്ഷെ താൽക്കാലികമായിട്ടൊരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഒരു സമാധി സ്റ്റേജ് എന്നൊക്കെ ഒരു സ്ഥിരതയിലേക്ക് അങ്ങ് പോവുക, അത്രയേ അതിനകത്തുള്ളൂ. സമബുദ്ധിയിലേക്ക് എന്ന് പറയുന്ന പോലെ സ്ഥിരത. അവിടെ പ്രത്യേകിച്ചൊന്നും ഒരു മാറ്റവും നടക്കുന്നില്ല. കുറച്ചു നേരം അങ്ങനെ ഫ്രീസ്ഡ് ആയിട്ട് അങ്ങനെ ആ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ, മൂർച്ച എന്നും പറയുന്നുണ്ട്. ഇതിവിടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പ്രശ്നത്തിൽ ഇവർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ചെയ്യുമ്പോൾ മരിക്കുന്നല്ല അവരെ കുറിച്ച് പറയുന്നില്ല, മരണം തന്നെയാണ്. അങ്ങനെ പറയുന്നത് തെറ്റില്ല. കുറച്ച് അവർക്ക് മാന്യതയും ഒരു ദിവ്യത്വവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കുറേ ആലങ്കാരികമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദേഹവിയോഗം വന്നപ്പോൾ, മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഈ പറയുന്ന പോലെ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരുന്നു. 1902 മറ്റോ ആണ്, 900 ആ സമയത്താണ് എന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വേണേൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. നമ്മുടെ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ മരിച്ചത് ഞാനൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. ഒന്ന് പോസ് ചെയ്യുക, എൻ്റെ ഡേറ്റ് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് വിവേകാനന്ദൻ്റെ മരണം എന്ന് പറയുന്ന, സമാധി എന്ന് പറയുന്നത് 4 ജൂലൈ 1902 39ാമത്തെ വയസ്സിൽ പോയെന്നാണ് ഞാനത് കാണുന്നത്. ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ഡോക്ടർ അന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഈ മരണമെന്ന് പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് തിരിച്ചതിനകത്തോട്ട് കയറത്തില്ല. അത് കാരണം അത് ഉച്ഛിഷ്ടമാണ്. ആത്മാവ് പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഒരു ബോണ്ടിങ് ഭൂമിയിൽ നിന്ന് പിന്നെ അത് ആവി പോലെ പോയി, പിന്നെ അതിന് ഭൂമിയായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇവിടെ ചില ആത്മാക്കൾ കറങ്ങി നടക്കും. കാരണം എന്താ, അത് മോക്ഷം കിട്ടാത്ത, അങ്ങോട്ട് വിസ അടിക്കാത്ത, മറ്റ് ലോകത്തേക്ക് വിസ അടിക്കാത്തവരാണ് ആ ഒരു എന്താ പറയുന്ന കൺസെപ്റ്റിൽ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആത്മാക്കളെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ജീവിതത്തിൽ എന്താ ദൈവഭക്തിയില്ല, അതുപോലെ തന്നെ മനുഷ്യരോട് സ്നേഹമില്ല, പ്രതികാരം, പക, അങ്ങനെയുള്ള ഇത്. പിന്നെ ചില ആത്മാക്കളെ കാര്യങ്ങൾ, ചില ശല്യങ്ങളൊക്കെ ചിലയിടത്തുണ്ടാകുന്ന കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ചില പെണ്ണുങ്ങളെയും ആണുങ്ങളെ അത്രയും പ്രശ്നങ്ങളില്ല, പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിച്ചും നശിപ്പിച്ചും ഒക്കെ നിഷ്ഠൂരം കൊന്നുകളയുമ്പോൾ അവരിങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ ആയിട്ട് ആത്മാക്കളിങ്ങനെ ശല്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില പാദസരത്തിൻ്റെയൊക്കെ കിലുക്കങ്ങളൊക്കെ പലരും കേൾക്കുക, ഇതൊക്കെ ഉള്ളതാണ്. ഈ ആത്മീയമായിട്ടുള്ള ലോകത്തിൽ പിശാചുക്കളുടെയൊക്കെ പ്രവർത്തനങ്ങളുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ അവർ ഇവിടെ അത് കൊല്ലപ്പെടുന്നതുകൊണ്ടാണ്. കാരണം അവർ സ്വയമായിട്ട് പോകുന്നതല്ല. ശരിക്കും ഒരു മരണം സംഭവിച്ചാൽ അത് ഉച്ഛിഷ്ട ശരീരം എന്ന് പറഞ്ഞ ഉച്ഛിഷ്ടമാണ്. ആ ശരീരത്തെ നമ്മൾ വെച്ച് പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത് അത് ദൈവീകമല്ല. കാരണം അതിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ചൈതന്യം വരത്തില്ല. ദൈവം ഒരിക്കലും ഈ ശരീരത്തിൽ ജഡത്തിൽ, മരിച്ചുപോയ ഒരാളുടെ ജഡത്തിൽ ദൈവം പ്രവർത്തിക്കുകയില്ല. അതുപോലെ തന്നെ ആത്മാവിനും അതുമായിട്ട് ബന്ധമില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ബൈബിൾ കൂടുതൽ വായിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് പറയുന്നത്. ഏലിശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ ഇത് ശരീരത്തിന് കല്ലറയിലേക്ക് വേറൊരാളെ മരിച്ചടക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് യഹൂദന്മാർ. അപ്പോൾ ശത്രുക്കൾ ഇവരെ കൊല്ലാനായിട്ട് അന്ന് തൊട്ടേ ഈ ഫിലിസ്തീനും മറ്റവരും ഒക്കെ ആയിട്ട് പലസ്തീൻകാരും ഒക്കെ ആയിട്ട് ശത്രുതയുണ്ട്. അന്ന് മുസ്ലിങ്ങളില്ല എങ്കിലും ഇവർ എല്ലാ ജാതികളെയും ഇവരെ എതിർത്തോണ്ടിരിക്കുക. അതിൻ്റെ കാരണം വെച്ചാൽ അവർ ദൈവജനമാണ്, ദൈവം വിളിച്ച് വേർതിരിച്ചൊരു ജനമായതുകൊണ്ടാണ് അവരോട് ലോകം മുഴുവൻ ഇത്രയും ശത്രുതയും അവർ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ശത്രുത നന്മയും തിന്മയും തമ്മിലുള്ളൊരു യുദ്ധമാണ്. അപ്പോൾ ഈ പ്രവാചകൻ്റെ കല്ലറ പോയുടെ സ്ലാബ് മാറ്റിയിട്ട് ഇവന്മാർ കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഈ ശവം ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ശവം ജീവൻ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ പ്രവാചകന് ഒരിക്കലും ആ ശരീരവുമായിട്ട് ബന്ധമില്ല, ദൈവത്തിനും ബന്ധമില്ല. മറിച്ച് എങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവിച്ചിരുന്ന സമയത്ത് ദൈവിക ചൈതന്യം, അല്ലേ, മഹേശ്വര ചൈതന്യം, ദൈവാത്മ ചൈതന്യം ആ ശരീരത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 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 എന്താ പറയുന്ന ഒരു 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 സ്റ്റേറ്റ് അത് പിന്നെ കുറേ നാളത്തേക്ക് തുടരും. കുറേ വർഷങ്ങളോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോ കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ചൈതന്യം മങ്ങി വരുന്നത്. അപ്പോൾ ഈ ഒരു ചൈതന്യം നിലനിന്നത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് എന്ന് വെച്ചിട്ട് ആ അസ്ഥി കഷ്ണങ്ങൾ എടുത്തു വെച്ച് നമുക്ക് ആരാധിക്കാനോ പൂജിക്കാനോ ഒന്നും ഒരു ശാസ്ത്രങ്ങളും ഇവിടെ പറയുന്നില്ല. യോഗിയിൽ നമ്മൾ 5 തരം സമാധികളാണുള്ളത്. അത് യോഗി ഇതിൽ നമ്മൾ സമാധി എന്ന് പറയുമ്പോൾ അത് സ്ഥിരപ്പെടുത്തുക എന്നേ ഉള്ളത്. കുഴിച്ചിടുക, മിട്ടി സമാധി, അത് മണ്ണിൽ കുഴിച്ചിടുമ്പോൾ നമ്മൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നതിന് പകരം സ്വാമിമാരെയും മറ്റുമൊക്കെ മിട്ടി സമാധിയായി മിട്ടി സമാധി വെച്ചാൽ അവിടെ അങ്ങ് സ്ഥിരപ്പെടുത്തി എന്നങ്ങ് പറയുക, ഒരു ആലങ്കാരികമായിട്ടങ്ങ് പറയുക, അത്രയേ ഉള്ളൂ. പിന്നെ ജലസമാധി രണ്ടാമത്തത്. പിന്നെ സമുദ്രസമാധി. ജലസമാധി എന്ന് പറഞ്ഞാൽ ശുദ്ധജലത്തിലിടുന്നതാണ്. സമുദ്രസമാധി സമുദ്രത്തിലിടുമ്പം സമുദ്രസമാധിയായി. പിന്നെ അഗ്നിസമാധി, നമ്മൾ ദഹിപ്പിച്ചു ശവദാഹം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതാണ് അഗ്നിസമാധി. പിന്നെ ഉള്ളതാണ് വായു സമാധി. നമ്മൾ പാഴ്സികളൊക്കെ കൊണ്ടുപോയി കഴുകനും മറ്റുമൊക്കെ പ്രാണികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് പ്രകൃതിയിലേക്ക് അങ്ങ് ലയിപ്പിക്കുന്ന ആ ഒരു ഇതാണ് വായു സമാധി എന്ന് പറയുന്നത്. അത് ഒരു പേര് മാത്രമേ ഉള്ളൂ, അല്ല അതിനകത്ത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു സ്ഥിരതയിലേക്ക് അതിനെ അങ്ങ് വിടുന്നു, അതിലേക്ക് അങ്ങ് ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു വരുത്താനും കൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആലങ്കാരികമായ ഒരു പദം അതിനു വേണ്ടി സമാധി എന്നങ്ങ് ഉപയോഗിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ സ്വാമിമാർ മരിക്കുമ്പോൾ സമാധി എന്ന് പറയുന്നു, സാധാരണക്കാരൻ മരിക്കുമ്പോൾ ചത്തുപോയെന്ന് പറയുന്നു, അല്ലെ. സാധാരണക്കാരൻ ഇങ്ങനെ താടിവലിവൊക്കെ എടുത്ത് സമാധിയായെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ശരീരം ഉപേക്ഷിച്ചാണ് പോയതെങ്കിൽ അത് പോയതാണ്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അഘോരികൾ അവർ ഈ മൃതദേഹം അവരൊരു പ്രത്യേക ദിവസം, ഞാൻ ആ ദിവസമൊന്നും പറയുന്നില്ല, അത് ഇതിനെ കൊന്ന് അറുത്ത് അതിൻ്റെ സാധനമൊക്കെ അവർ തിന്നും. ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ തിന്നും. ഇതിന് മനുഷ്യൻ്റെ ഇത് രാത്രിയിലാണ് അവർ കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള ചില അത് ഈ അവർക്ക് ഇഷ്ടമുള്ള ചില മൃതദേഹങ്ങൾ അവർ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ തലേദിവസം ചത്തതോ അല്ലെ അന്ന് ചത്തതോ ഒക്കെ ആയിട്ടുള്ള എവിടുന്നെങ്കിലുമൊക്കെ തപ്പിപ്പെറുക്കി കുഴിച്ചിടുന്നതിന് മുമ്പ് തന്നെ അവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് മുറിച്ച് തിന്നും അവർ. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഘോരികളെന്ന് പറയുമ്പോൾ തന്നെ അത് തിന്മയുടെ ഒരു വക്താക്കളാണ് അവർ. ദൈവവുമായിട്ട് അവർക്ക് വലിയ ബന്ധമില്ല. അവർ കൂടുതലും ചുടല സംസ്കാരമാണ്. ചുടല ഭസ്മമൊക്കെ തേച്ച് തലയൊട്ടിയൊക്കെ ദേഹത്ത് തൂക്കിയിട്ട് അങ്ങനെയുള്ളൊരു പൈശാചിക ഈവിൾ ഇതാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ അവർ അങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ തന്നെ മറുവശമാണ്. ഇതുകൊണ്ട് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു തെറ്റായ വിശ്വാസത്തിലാണ് ഇതിങ്ങനൊരു സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുന്നത്. അസുരഭാവമാണത്, പൈശാചിക സംസ്കാരമാണ് ശവമൊക്കെ കഴിച്ചപ്പോൾ. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ധൈര്യം വർദ്ധിപ്പിക്കുക. 2, അവരുടെ മാനുഷികമായ ചില വികാരങ്ങളെ നിയന്ത്രിക്കുക. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ദിവസങ്ങളിൽ അത് മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്നത്. പക്ഷെ മൃതദേഹം എന്നും പറയുന്നത് അത് ഉച്ഛിഷ്ടമാണ്, ആത്മാവിൻ്റെ ഉച്ഛിഷ്ടമാണ്. ആത്മാവ് ഉപേക്ഷിച്ച് പോയൊരു സാധനമാണ്. അത് വിരേചിച്ചത് അശുദ്ധമാണത്. അതുകൊണ്ടാണ് മൃതദേഹത്തെ തൊട്ടാൽ നമ്മൾ കുളിക്കണം എന്ന് പറയുന്നത്, ശുദ്ധി വരുത്തണം എന്ന് പറയുന്നത്. പെല അങ്ങനെയൊക്കെ വരുന്നത് ആ ഒരു ഇതിലാണ്. കാരണം അത് അശുദ്ധമാണത്. എനർജി അത് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നിർവീര്യമായ ഒരു എനർജിയാണത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോരുമെന്ന് പറയുന്നത്. അമ്പലത്തിലിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ നമ്മുടെ ഈ ചെത്തിപ്പൂവൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് ശരീരത്തിൽ നിന്നുള്ള എനർജി ഇങ്ങനെ വാഹിച്ചാണ് കല്ലിലേക്ക് കൊണ്ടുവന്നിട്ട് അതാണ് ആ കല്ലിന് ഓരോ ഇൻറ്റൻഷൻ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. പ്രാണി ഹീലിങ്ങിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയുള്ളൊരു പരിപാടിയാണ് അതിനകത്ത് ചെയ്യുന്നത്. ക്രിസ്തീയ സംസ്കാരത്തിന് അത് അവർ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാത്തത്. ഹിന്ദുക്കൾ ഈ ഒരു കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓരോ
വിഗ്രഹങ്ങൾക്കും ഓരോ തരത്തിലുള്ള ഇൻറ്റൻഷൻ കൊടുത്ത് ചിലർക്ക് വേദനകൾ മാറ്റുക അല്ലെങ്കിൽ രോഗസൗഖ്യം മാറ്റുക അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ചെത്തിപ്പൂവൊക്കെ ഇങ്ങനെ എറിഞ്ഞ് പൂക്കൾ എറിഞ്ഞ് ആ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന കടഞ്ഞിങ്ങനെ എടുത്ത് ആ എനർജിയാണ് ആ വിഗ്രഹത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വിഗ്രഹം അങ്ങനെ പ്രതിഷ്ഠിച്ചുണ്ടാക്കുന്നവർ ഒരു നിശ്ചിത സമയത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെപ്പോഴും ആ ക്ഷേത്രത്തിലേക്ക് വരത്തില്ല. വന്നു കഴിയുമ്പോൾ ഇവരുടെ തന്നെ എനർജിയാണ് അവിടെ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് പുതുക്കേണ്ട സമയത്ത് മാത്രമാണ് വീണ്ടും വരുന്നത്. അപ്പോൾ എങ്ങനെ ഈ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ആവേശിപ്പിച്ച് സന്വേഷിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ എനർജി അത് കുറേ കഴിയുമ്പോൾ ആളുകളിലേക്കൊക്കെ പോയി ചുറ്റുവട്ടത്തോട് വ്യാപിച്ച് അത് തീർന്നു കഴിയുമ്പോഴാണ് വീണ്ടും പുനഃപ്രതിഷ്ഠ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അത്. ഈ പ്രാണി ഹീലിംഗ് ഒക്കെ പോലെയുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ക്ഷേത്രാചാരങ്ങളിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഇപ്പം മൃതദേഹങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അത് വെച്ച് പൂജിക്കുന്ന രണ്ട് സംസ്കാരങ്ങളും, ഒന്ന് ക്രിസ്ത്യൻ സംസ്കാരവും ഒന്ന് ഹിന്ദു സംസ്കാരവുമാണ്. അപ്പോൾ ഹിന്ദുവിൻ്റെ സംസ്കാരമെന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെ വന്നു തീർന്നതാണ്. ഇങ്ങനെ ഈ സമാധിയൊക്കെ അത് ആത്മീയ ആചാര്യന്മാരെയാണ്, സ്വാമിമാരെയൊക്കെ ഇങ്ങനെ ഇരുത്തി, ആത്മീയ പ്രഭാഷകരെയൊക്കെ അങ്ങനെ ഇരുത്തി അവരുടെ മരിച്ചു കഴിയുമ്പോഴും അവരുടെ ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിക്കാനും അറിയാനും എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മാവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ അത് തീർന്നു. അത് നമ്മൾ സ്വയം പുറത്തിറങ്ങിയാൽ പോലും, സ്വയം പുറത്തിറങ്ങണേ പോലും ആ കറക്റ്റ് ജീവചക്രം പൂർത്തിയാകാതെ നമുക്ക് സ്വയം ഒരിക്കലും ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് തോന്നുമ്പോഴൊക്കെ നമുക്ക് ശരീരം ഉപേക്ഷിച്ച് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പം ശങ്കരാചാര്യർ പോലും തൻ്റെ മരണമൊക്കെ ഇതുപോലെ സമാധിയായെന്ന് പറയുമ്പോഴും അവിടെ നടക്കുന്ന പുള്ളി സ്വയം പുറത്തിറങ്ങി പോയതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങി പോകാൻ നമുക്ക്. ഇപ്പോൾ ക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. സ്വയം ആ ആത്മാവിനെ വെളിയിലോട്ട് കൊണ്ടുവന്നത് ദൈവത്തെ ഏൽപ്പിക്കുന്നതായിട്ടുള്ളൊരു ഇതാണ്. സ്വയം പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പം അത് യോഗ പഠിച്ചവർക്കും പഠിക്കാതെ ചിലപ്പം ഈ ആളുകൾ ഒരു സമയത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, മരണം സംഭവിക്കുന്നവർക്ക് സ്വയം താടിവലിവ് എടുക്കാതെ തന്നെ പെട്ടെന്ന് മരിക്കുന്നു. അത്രയും ഒരു പൂർണ്ണത ദൈവവുമായിട്ടൊക്കെ ബന്ധമുള്ളവർക്കൊക്കെ അത് സാധിക്കും. ചിലർ ഫിസിക്കലായിട്ട് ഇതുപോലെ അഭ്യസിച്ചും അത് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സമാധികളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുടിയിരുത്തുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്വാമിമാർ അഥവാ ആത്മീയോപദേശകർ അവരുടെ കാലശേഷം അവരുടെ അനുയായികളും മറ്റും ചിതറിപ്പോകാതിരിക്കാൻ കണ്ടുപിടിച്ച ഒരു ഇതാണ്. നമ്മൾ ഈ ജൈനന്മാരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർ തുണിയൊന്നും കൊടുക്കത്തില്ല, മുടിയൊക്കെ താടിയൊക്കെ ഇങ്ങനെ പറിച്ച് കളയുക ചെയ്യുന്നത്, കുളിക്കത്തില്ല, അങ്ങനെ വെള്ളം കുടിക്കത്തില്ലെന്നും അങ്ങനെയായിട്ടൊക്കെ കുറേ ഇതുണ്ട് അവർക്ക്, അങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ഇങ്ങനെ തൂത്തിട്ടൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. അവർ ജീവിയെ പോലും ചവിട്ടി നോവിക്കരുത് എന്നൊക്കെയുള്ള ഇതിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ ഉണങ്ങി കൊട്ടറയ്ക്ക പോലെ ആയി ശരീരമൊക്കെ ഇങ്ങനെ ചുരുങ്ങി അങ്ങനെ ജലമൊക്കെ കഴിക്കാതെ വെള്ളമൊക്കെ കുടിക്കാതെ പഞ്ഞിയൊക്കെ കുടിക്കാതെയൊക്കെ വന്ന് അങ്ങനെ ഉണക്കിയെടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറും കമ്പിയൊക്കെ ഇങ്ങനെ കെട്ടി പുറയിൽ ആണിയൊക്കെ അടിച്ചിങ്ങനെ പഴയുടെ പുറത്ത് ഇങ്ങനെ ആണി അടിച്ചിട്ട് ഇങ്ങനെ നേരെ അവരെ ഇരുത്തും, ചമ്രം പടച്ചിട്ട് ഇരുത്തും മരിച്ചു കഴിയുമ്പോഴും. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ നമ്മൾ ഇരുത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഒട്ടകത്തെ പലപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് കൊന്ന് ഒട്ടകത്തെ വേവിക്കാനായിട്ട് ഈ മുസ്ലിങ്ങളുടെ ആണെന്ന് തോന്നുന്നു ഇവരുടെ പെരുന്നാളിനോടനുബന്ധിച്ച് കൊണ്ടുവന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെച്ച് ഒട്ടകത്തെ കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് സൗദിയിലും അറേബ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലും ഒട്ടകത്തെ കൊന്ന് പലതരത്തിൽ ചുട്ടും വേവിച്ചും കറി വെച്ചും ഒക്കെ കഴിക്കുന്നുണ്ട്. ആനയെ കൊന്ന് കഴിക്കുന്നത്. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് 2 പ്രാവശ്യം ഒട്ടകത്തെ കൊണ്ടുവന്ന് കൊല്ലാൻ നോക്കിയപ്പോഴും മൃഗസ്നേഹികൾ ഒട്ടകത്തെ കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അപ്പോൾ ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുത്തിയിരുത്തി ഭസ്മമൊക്കെ ഇട്ട് മൂടുന്ന ഒരു പരിപാടി, അതൊരു മൃതസംസ്കാരം, അത്രയേ ഉള്ളൂ. മൃതം സംസ്കരിക്കുക, ശവം സംസ്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതിന് സമാധി എന്നങ്ങ് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ആലങ്കാരികമായിട്ട് അതിനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല അതിനകത്ത് വലിയ കഥകളൊന്നുമില്ല. ശരിക്കും പറയുന്ന ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ യോഗി വര്യൻ എന്നൊക്കെ പറയുന്ന ഒരാൾ മരിക്കുവാണെങ്കിൽ അയാൾ ഇതൊന്നും ആഗ്രഹിക്കത്തില്ല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു തൊട്ട്, അതായത് ദൈവത്തിൽ തന്നെ പൂർണ്ണനാണ്, അവന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദൈവം അങ്ങനെ ഞാൻ തന്നെ എന്ന് ബൈബിളിൽ പറയുന്ന പോലെ ദൈവം പൂർണ്ണമായിട്ട് അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ കേന്ദ്രം, അടിസ്ഥാനം എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. ആ ബ്രഹ്മത്തിന് ഏറ്റവും കാതലായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള കാരണഭൂതമായ എന്നുള്ളതാണ്. ഈ ബ്രഹ്മം തന്നെ നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുണവും ഇല്ല. ദൈവം അങ്ങനെ തന്നെ ഇരിക്കുന്നു. പക്ഷെ എപ്പോഴാണ് ഗുണമുണ്ടാകുന്നത്? ആ ദൈവത്തിൽ നിന്നും ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ അതിനൊരു ഗുണത്തിൽ ചിലപ്പോൾ അത് സൃഷ്ടിയാകാം, സ്ഥിതിയാകാം, സംസ്കാരമാകാം, അല്ലെ മറ്റെന്തെങ്കിലും ആകാം, സൗഖ്യമാകാം, അങ്ങനെ എന്തും അത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ അത്
പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെ അത് പൂർണ്ണമായിട്ട് ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ് ദൈവം. ഇതിനെയാണ് നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഒരു ഗുണവുമില്ല, നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തത്. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവം, ഗുണമില്ലാത്ത ദൈവം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഭാവമില്ല. ദൈവം ദൈവമായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നു, അതിന് ഒരു ഭാവവുമില്ല. എനിക്ക് യോഗയിലെന്നല്ല, ഈ ആത്മീയ ആചാര്യന്മാരെ ഒരു പ്രത്യേക മുദ്ര എനിക്കൊന്ന് ഇങ്ങനെയാണെന്ന് തോന്നുന്നു, തഥാസ്തു എന്ന് പറയുന്ന ഒരു മുദ്രയുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. അത് ചോദിക്കുന്നത് എന്തും കൊടുക്കുക, അതാണ് തഥാസ്തു. ചോദിക്കുന്നത് എന്തും കൊടുക്കുക, തഥാസ്തു, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, ഇതാണ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്ന് പറയുമ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. നമ്മൾ ദുരിതം ചോദിച്ചാൽ ദുരിതം കിട്ടും, ദുഃഖം ചോദിച്ചാൽ ദുഃഖം കിട്ടും, സന്തോഷം ചോദിച്ചാൽ സന്തോഷം കിട്ടും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ദൈവം പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. അത് എല്ലാത്തിനും ഒരു സിസ്റ്റം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ഇതെല്ലാം പ്രവർത്തിക്കുക. അല്ല ദൈവം ഓരോ കാര്യത്തിൽ ഇപ്പോൾ ഒരുത്തം തെറ്റ് ചെയ്യുമ്പോൾ ഓടി വന്ന് അവൻ്റെ തലക്കിട്ടടിച്ച് അവൻ്റെ ചെവിക്ക് പിടിച്ച് അങ്ങനെയൊന്നും ദൈവം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ഞാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം എല്ലാത്തിലും ഒന്നും ഇടപെടത്തില്ല? ദൈവം ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. കാരണം എല്ലാത്തിനും ഒരു സിസ്റ്റം പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്നേക്കുമായിട്ടുള്ളൊരു ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ യോഗിമാർ, ഇങ്ങനെയുള്ള വര്യന്മാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ബന്ധങ്ങളും എല്ലാം തീർന്നു ഒരു സ്ഥിരത, ബുദ്ധിയിലും ആത്മാവിലും ഒരു സ്ഥിരത നേടി, ചിന്തകളിൽ, ആഗ്രഹങ്ങളിൽ, പഞ്ചഭൂതങ്ങളിൽ എല്ലാം സ്ഥിരത നേടി. അതൊന്നും പിന്നെ അവരെ അലട്ടുകയില്ല. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ വടക്കേ ഇന്ത്യ ചെല്ലുമ്പം യോഗിമാർ ഇങ്ങനെ നടന്നു പോകും. ഒരു 30, 35, 25, 30 വയസ്സിലൊക്കെ യോഗിമാരായി മാറുന്നവർ തുണിയില്ലാതെ വഴി കൂടെ ഇറങ്ങി നടക്കും. എന്നാൽ ഇവർ വഴിയിൽ വെച്ചിട്ട് വന്ന് കന്യകമാരായിട്ടുള്ള സുന്ദരികളായ പെണ്ണുങ്ങൾ വന്ന് ഇവരുടെ ലിംഗത്തിലും പ്രശ്നത്തിലും ഒക്കെ തൊട്ട് പ്രാർത്ഥിക്കും. ഇതൊന്നും ചലിക്കുക പോലും ഇല്ല. നമുക്ക് ദൂരെ കൂടെ പോയാൽ തന്നെ നമുക്കൊരു ആകർഷണവും ഇതൊക്കെ തോന്നും. അപ്പോൾ ഇതിലിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിചാരങ്ങൾക്ക് അവർ ഇന്ദ്രിയങ്ങൾക്ക്, പഞ്ചഭൂത സുഖം അല്ലെങ്കിൽ പഞ്ചഭൂതമല്ല പഞ്ചേന്ദ്രിയ സുഖങ്ങൾക്ക് അവർ അതീതരായതുകൊണ്ട്, ആ മോക്ഷം അവർ നേടിയതുകൊണ്ട്, പഞ്ചേന്ദ്രിയ മോക്ഷം നേടിയതുകൊണ്ട് അവരെ ഇതൊന്നും ബാധിക്കത്തില്ല. അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് തൊട്ടാലോ ആരെ കണ്ടാലോ എന്ത് പിടിച്ചാലോ അവർക്ക് ആ ഒരു നിർവികാരത്വമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ഒരു ആത്മീയ ഒരു നിർവൃതി, നിർവ്വാണം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സുഖം, ഒരാനന്ദം, അതിൻ്റെ പൂർണ്ണത, ആ പരമകോടി എന്ന് പറയുന്നത് പോലെ അതിനെ സമാധി എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ പല ആളുകളും സമാധി, ഞാൻ 10 ദിവസം സമാധി ഇരിക്കുന്ന സ്വാമിയാണ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരേപോലെ 10 ദിവസം ഇരിക്കാൻ അയാൾ കഴിവ് നേടി. ബുദ്ധിയിൽ അയാൾക്ക് അധികം ചലനങ്ങളും ഇതൊന്നുമില്ലാതെ സ്ഥിരമായിട്ട് ഇരിക്കാനുള്ളൊരു ഇത്, മരണമെന്നർത്ഥമില്ല. സമാധി സ്ഥിരത, ബുദ്ധിയിൽ എല്ലാ കാര്യത്തിലും സ്ഥിരത നേടി എന്നുള്ളൊരു ഇത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാന ചോദ്യം, ഗോപൻ എങ്ങനെ സ്വാമിയായി? അപ്പോൾ സ്വാമി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇവിടെ പലരും എടുത്ത് പറയുന്നത് 7 പേരെ വെട്ടി, അതൊരു കുറ്റമല്ല. ആത്മീയതയിലേക്ക് ഒരാൾക്ക് വരാൻ അതൊരു തടസ്സമോ കുറ്റമോ അല്ല. കാരണം നമ്മൾ കണ്ടതാണ്, വളരെയേറെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന പല ആളുകളും നന്മയുടെ സന്യാസിമാരായി, സ്വാമിമാരായി, ശ്രേഷ്ഠന്മാരായ മഹർഷിമാരായി മാറിയ ചരിത്രങ്ങൾ ഭാരതത്തിലുണ്ട്. അപ്പോൾ 7 പേരെ വെട്ടി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഗോവൻ സ്വാമിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി എത്ര വലിയ ദുഷ്ടത കാണിച്ചവനെയും നമുക്ക് സമാധി ഇരുത്താം. സമാധി ഇരുത്താന്ന് പറഞ്ഞാൽ ഇതുപോലെ ചമ്രം പടച്ച് കെട്ടി കയ്യും കാലുമൊക്കെ കെട്ടി അവിടെ കൊണ്ടുവന്ന് കുഴിക്കാതിരുത്തി ഭസ്മം ഇടാതെ, ഭസ്മം ഇട്ടോ, ചിലർ ചാണകം വരളിയിടും, ചാണകം പൊടിച്ചിടും, അങ്ങനെയൊക്കെ പല ടൈപ്പുള്ള അംഗങ്ങളുണ്ട് ഇതിനകത്ത്, പരിപാടികളുണ്ട്. അപ്പം ഇതിലേതാണോ നമ്മൾ കൊടുക്കുന്നത് അത് സമാധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അല്ല അതിനകത്ത് വേറെ കഥകളോ പ്രത്യേകിച്ച് അതിനകത്ത് വേറെ എന്താ പറയുന്നത് അങ്ങനെയുള്ളതൊന്നും ഇല്ല. അപ്പോൾ എത്ര വലിയ ദുഷ്ടത കാണിച്ച ഒരാളെയും നമുക്കിതുപോലെ തന്നെ ആഘോഷമായിട്ട് പാട്ടുപാടി കൊണ്ടുവന്ന് കൊലപാതകയോ ദുഷ്ടനെയോ ശിഷ്ടനെയോ ആരെ വേണേലും നമുക്കിതുപോലെ ഇരുത്താം. അതിന് കോടതിക്കൊന്നും തടയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്താ പറയുന്ന തെറ്റായ പ്രചരണങ്ങൾ ചിലപ്പം വേണമെങ്കിൽ അത് കോടതിക്ക് വേണമെങ്കിൽ തടയാം. ഒരു ദുർമാതൃക, ഒരു മനുഷ്യൻ ഒരുപാട് എന്താ പറയുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ച് കൊന്ന് അങ്ങനെയൊക്കെ വരുന്ന ഒരാളെ ഇതേപോലെ കൊണ്ടുവന്ന് സമാധി ഇരുത്തി അയാൾക്കൊരു ദിവ്യത്വം കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അത് കോടതിക്ക് തടയാം. ഈ മനുഷ്യൻ ഇത്ര ദുർമാതൃക കാണിച്ചിരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഒരു ദുഷ്ട കഥാപാത്രമായതുകൊണ്ട് ഇത് സമൂഹത്തിന് ആപത്ത് വരുമെന്നും പറഞ്ഞ് വേണേൽ തടയാം. ഗോവൻ സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് 7 പേരെ വെട്ടി എന്നുള്ളതൊരു പ്രശ്നമല്ല. കേസ് എന്തായെന്നോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തുമില്ല, തിരക്കേണ്ട കാര്യവുമില്ല.
അപ്പം അത് ഒരു കുറവായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ. അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കഴുത്തറുത്ത് കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ നന്മ കൊണ്ട് അത് സംഭവിച്ചില്ല. അങ്ങനെ ഒരു കർമ്മമല്ല അവർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഉദ്ദേശങ്ങളിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പം ഗോപനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഹിന്ദുക്കൾക്കൊന്നും ആർക്കും ഉണ്ട്. അതവരുടെ ഇഷ്ടമാണ്. അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും മൃതദേഹം സംസ്കരിക്കാം. അത് ഇരുത്താം, ഭസ്മത്തിനകത്തിരുത്താം, സ്വർണത്തിനകത്തിരുത്താം, സ്വർണ്ണക്കുടം കൂടാരം കെട്ടി അതിനകത്ത് വയ്ക്കാം. പക്ഷേ യഥാർത്ഥ ആചാരങ്ങളിൽ ശവത്തെ അല്ലെങ്കിൽ മൃതദേഹത്തെ അല്ലെങ്കിൽ ആത്മാവ് വെടിഞ്ഞു പോയ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ പൂജിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ആരാധനയ്ക്കും പൂജകൾക്കും യോഗ്യൻ പരബ്രഹ്മം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വേദാന്തങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ഇതിൽ പിന്നെ ഋഗ്വേദത്തിലൊക്കെ അതേ പറയുന്നുള്ളൂ. ബ്രഹ്മത്തെ മാത്രം, പരബ്രഹ്മത്തെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ എന്ന് ഒരിത് പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിന് അതാണ് ഈ ഹോമങ്ങളിലൊക്കെ ആ ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നെയ്യ് ഒഴിക്കുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ അതൊരു ആത്മഭാവത്തിൽ ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളൊരു ഇതൊക്കെ ഒരു തോന്നലുകൾ, നമ്മുടെ ഒരു കൺസെപ്റ്റുകളിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു ആനന്ദവും നിർവൃതിയൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാരണം ഇതൊരു ഞാണിന്മേൽ കളി എന്ന് പറഞ്ഞ പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മനസ്സ് ഭ്രമിക്കാം, തെറ്റുകളിലേക്ക് പോകാം, തെറ്റിൽ നിന്ന് നന്മയിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഏത് സമയവും നമുക്ക് തെറ്റ് പറ്റാവുന്നത് കൊണ്ടാണ് ബൈബിളിൽ ക്രിസ്തു പറയുന്നത് 70 പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കണം, ശത്രുവിനോട് പോലും ക്ഷമിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ അസുരഭാവത്തിലേക്ക് ഏത് നിമിഷവും വീണു പോകാം. ഒരു മുടിനാരയുടെ കീറിയിട്ടെന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് മനുഷ്യൻ്റെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും അത് വ്യതിചലിച്ചു പോകാം. അപ്പോൾ അതിന് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ അക്രമങ്ങളും മറ്റുമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ കേസുകൾ, പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കത്തിയെടുത്ത് കുത്തുക ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാത്വിക ഭാവം, യോഗ അതുപോലെയുള്ള ഇതിൽ നിന്ന് നമ്മൾ ആളുകൾക്കൊരു പഠനം, ഒരു ജീവിത രീതി ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് ഈ മനസ്സിന് ഭ്രമം ഉണ്ടാകാതെ, നൂൽപ്പാലത്തിൽ നിന്ന് വിട്ടുപോകാതെ, നമ്മൾ ശോഭിക്കാതെ നമുക്ക് കുറേയൊക്കെ നമുക്ക് അടങ്ങി ഒതുങ്ങി ശാന്തമായിട്ടൊക്കെ നിൽക്കുക. ഒരാൾ തല്ലിയാലും നമുക്കത് ക്ഷമിക്കുവാനും, ഒരാൾ നമ്മളെ പറ്റിച്ചു, നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോയി പച്ചയ്ക്ക് നമ്മുടെ നീ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചതിക്കുകയും കള്ളം പറയുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ശാന്തമായിട്ട് നിന്ന് അവരോട് ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നത് മനസ്സിന് നമ്മൾ ഈ ഒരു പക്വത കൊടുക്കുമ്പോൾ മാത്രമാണ്. പിന്നെ ശരീരത്തെ ബാധകളുണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ നമ്മൾ വലിയ വഴക്കും ബഹളവും, ഈ വഴക്കും പ്രശ്നങ്ങളും ഒഴിയത്തില്ല. അപ്പോൾ അവിടെ ചിലതരം ബാധകളുള്ള ജന്മന തന്നെ ചില ആത്മീയ ഭാവങ്ങളുണ്ട്. ആ ബാധകളെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുണ്ടാവും. എല്ലാ മനുഷ്യരിലും തന്നെ ഉണ്ട്, ഒരു പരിധിവരെ എല്ലാ മനുഷ്യരിലും തന്നെ ഉണ്ട്. ഇപ്പോൾ ചില ബാധകൾ തമ്മിൽ പൊരുത്തപ്പെടത്തില്ല വീടുകൾ. അപ്പനും അമ്മയും, എൻ്റെ വീടുകളിൽ ഫാദറുമായിട്ട് ഞാൻ ചെറുപ്പം തൊട്ട്, ഞാൻ ജനിച്ച കാലം തൊട്ട് ഫാദറിന് എന്നെ ശത്രുവായിട്ട് കണക്ക് വഴക്കം പ്രശ്നങ്ങൾ. അപ്പം ഞങ്ങളുടെ ഒരാളിലുള്ള ഏതോ ഒരു ബാധ അല്ലെങ്കിൽ ഒരു എനർജി, അങ്ങനെയും വേണേൽ പറയാം, ആ ഒരു എനർജി തമ്മിൽ പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പം ചില സഹോദരങ്ങൾ തമ്മിലൊക്കെ ആണെങ്കിലും ഈ ഒരു ശത്രുത അല്ലെങ്കിൽ കലഹമൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അപ്പോൾ അതിനെ ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വീണ്ടും ആ സമാധി സ്വീകരിക്കുക, ബുദ്ധിസ്ഥിരത സ്വീകരിച്ച് ആ വികാരങ്ങളിൽ നിന്ന് അതിനെ മോക്ഷം നേടുമ്പോഴാണ് നമ്മൾ യോഗ്യവര്യന്മാരായിട്ട് മാറുന്നത്. ഈ ഗോപൻസ്വാമിയുടെ കാര്യത്തിൽ എനിക്ക് ഒറ്റ കാര്യമേ എടുത്ത് പറയാനുള്ളൂ. ഹിന്ദുക്കൾക്ക് അവരുടെ ഐക്യവേദികൾക്ക് കൊട്ടും കൊട്ടി പാട്ടും പാടി എന്ത് വേണേ കാണിച്ച് ആഡംബരമായിട്ട് ആഹ്ലാദപൂർവ്വം വളരെ മനോഹരമായിട്ട് ഗോപൻസ്വാമിയെ അവിടെ ഇരുത്തി സംസ്കരിക്കുക. അതാണ് ശരിക്കും സമാധി എന്ന് പറയാൻ പറ്റുന്നത്. ഇരുത്തി സംസ്കരിക്കുക, അതിനാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. കിടത്തി സംസ്കരിക്കുക. അപ്പം അന്നങ്ങാടിയിൽ ഇങ്ങനെ നമ്മുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോഴുള്ള ആ ഒരു രീതിയിൽ മുട്ടൊക്കെ മുകളിലോട്ട് മടക്കി ഇങ്ങനെ കുടത്തിനകത്ത് ഇറക്കി വെക്കുന്ന, അതാണ് നന്നങ്ങാടിയിൽ ഇറക്കി വെക്കുന്നത്. നമ്മൾ പല സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നന്നങ്ങാടിയിൽ ഇറക്കി വെക്കുന്നത് അതും ഒരു സംസ്കാരമാണ്. സമാധി എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ നന്നങ്ങാടിയിൽ സംസ്കരിക്കുക എന്ന് പറയുക. കുഴിയിൽ സംസ്കരിക്കുക, കിടത്തി സംസ്കരിക്കുക, ഇരുത്തി സംസ്കരിക്കുക. മൃതദേഹമാണ്, ദേഹം വിയോഗം നടന്ന മൃതദേഹമാണ്. അതിന് വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ അത് വെച്ച് പൂജകളൊന്നും പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് പിന്നെ ശരീരവുമായിട്ട് ബന്ധമില്ല. മരണം സംഭവിച്ചാൽ പിന്നെ ആത്മാവിന് ശരീരവുമായിട്ട് ബന്ധമില്ല. മരണം സംഭവിക്കാത്ത കാര്യങ്ങളാണ് ആത്മാവ് വീണ്ടും നമ്മൾ ഉണർന്നു വരികയും 2 ദിവസമൊക്കെ നമ്മൾ കഴിഞ്ഞപ്പം മോർച്ചറിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ആളെ എഴുന്നേറ്റു എന്നൊക്കെ പറയുന്ന മരണം സംഭവിക്കുന്നില്ല ഇവിടെ. മറ്റേതോ ഒരു പറയുന്ന ഒരു മൂർച്ചയിലേക്ക് അതുപോലെയൊക്കെയുള്ള ഒരു നിർവ്വാണത്തിലേക്ക് ഈ താൽക്കാലികമായി
ഇത് മാറ്റപ്പെടുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അത് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ അവർ തിരിച്ചു വരത്തില്ല പിന്നെ. പക്ഷേ ഒരു സമയം കഴിഞ്ഞ് അന്ത്യകാലം എടുക്കുമ്പോൾ ഇത് വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും മനുഷ്യനെ വഴിതെറ്റിക്കുക. കാരണം നന്മയിലേക്ക് പോകാതിരിക്കാനുള്ള സകല പ്രക്രിയകളും അസുരൻ അഥവാ പിശാച് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അസുരഭാവത്തെ നമ്മൾ കടഞ്ഞു മാറ്റുന്ന പ്രക്രിയയാണ് പാലാഴി മദനമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ അസുരഭാവത്തെ നമ്മളിൽ നിന്ന് തന്നെ കടഞ്ഞു മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പാലാഴി മദനം. പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാലക്സി പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ എല്ലാം നീക്കി മനസ്സിനെ അമൃതിലേക്ക്, അതായത് നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക്, നിത്യതയിലേക്ക് ഉണർത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ തെറ്റുകൾ നമ്മൾ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകാം, അതിനൊന്നും ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം ഗോവൻ സ്വാമി ഒരാളെ വെട്ടി എന്ന് പറയുന്നതൊന്നും അയാൾക്കുള്ള ഡിസ്ക്വാളിഫൈ ആകുന്ന പരിപാടിയൊന്നും അതിനകത്തില്ല. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെ സ്വാമിയായി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആസാമി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ സ്വാമിയായി, അത് ഒരു കാരണം വെച്ചാൽ ഇദ്ദേഹം ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ചില ബോധ്യങ്ങളും ചില കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞ ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ബോധ്യത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന് മാത്രമേ നമുക്ക് ഗോവൻ സ്വാമിയെ കുറിച്ച് പറയാൻ പറ്റൂ. ഇപ്പോൾ ശിവഗിരി ആശ്രമത്തിലൊക്കെ എത്രയോ നല്ല സ്വാമിമാരുണ്ട്. അവർ സ്വാമിമാരെന്ന് വിളിക്കുന്നത് വെച്ചാൽ സ്വാമി ഗുരു പാരമ്പര്യത്തിൽ അവർ നിൽക്കുന്നു, ആത്മീയ പ്രഭാഷണങ്ങളിൽ അവർ അറിവ് നേടുന്നു, ആത്മീയ ഉപദേശങ്ങളിൽ ഏത് പ്രശ്നവുമായിട്ടൊരു സ്വാമിയുടെ മുമ്പിൽ വന്നാൽ, യോഗികളുടെ മുമ്പിൽ വന്നാൽ ചിലപ്പോൾ അവർ പ്രശ്നം പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല. മറിച്ച് അവർ ഒരു ഇൻറ്റ്യൂറ്റീവായിട്ട് അവരുടെ ഉള്ളിലെ മനസ്സിൻ്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ അവർ ചിലപ്പം കൗണ്ടർ ചെയ്ത് വിടും. അത് യോഗിമാരുടെ ഒരു കഴിവാണ്. മനസ്സിൻ്റെ ഒരു കഴിവ് കൊണ്ട് മറ്റൊരാളുടെ ഈ വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരേപോലെ സാധനങ്ങൾ അത് കത്തുന്നത് പോലെ ഈ യോഗിയുടെ അടുക്ക വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് അവർ മറ്റൊരാളുടെ മാനസിക വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കും. വടക്കേ ഇന്ത്യയിലൊക്കെ അതുകൊണ്ടാണ് ഈ സ്വാമിമാരെ വന്ന് ഭസ്മമൊക്കെ തേച്ചിരിക്കുന്ന സ്വാമിമാരെ വന്ന് തൊട്ട് പ്രാർത്ഥിക്കുക, അവരുടെ അനുഗ്രഹങ്ങൾ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അവർ ഉപദേശം അവർക്ക് അറിയത്തില്ല. അതേസമയം സ്വാമിയാകുമ്പോൾ ഉപദേശിക്കാൻ അറിയണം. വാക്കുകൊണ്ട്, അധരം കൊണ്ട് ഉപദേശിച്ച് ഏതൊരു സമസ്യയായിട്ട് വന്നാലും, ഏതൊരു ചോദ്യം അവിടെ വന്നാലും ആ സ്വാമി അതിനെ പറഞ്ഞ് വെളുപ്പിക്കുക എന്ന് പറയുന്ന പോലെ, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ നാക്കുകൊണ്ട് കോണകം ഒടിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ, കോണാൻ ഒടിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അതിനെ വെളുപ്പിച്ചു നേരെയാക്കാൻ പറ്റുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സ്വാമി എന്ന് പറയുന്നത്. ഒരു ഉപദേശം കൊടുത്ത് ഒരു മുടന്തൻ ചോദ്യം ചോദിക്കുക, ഒരു പൊട്ടച്ചോദ്യം അല്ലെങ്കിൽ ഒരു കിറാമുട്ടിയായ ഒരു സമസ്യ എടുത്തിട്ടാൽ അദ്ദേഹത്തിന് അത് ഒരു സ്വാമിയാണെങ്കിൽ, യഥാർത്ഥ സ്വാമിയാണെങ്കിൽ അത് ആ ചോദിച്ചവന് ഉത്തമ ബോധ്യം കൊടുത്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ശങ്കരാചാര്യയുടെ തർക്കം അല്ലേ, സർവജ്ഞ പീഠം കയറുന്നതിന് മുമ്പ് തർക്കമുണ്ട്, തർക്കത്തിൽ ജയിച്ചതും അങ്ങനെയാണ്. ഇതേപോലൊരു കഴിവാണ്. അതുകൊണ്ടാണ് സ്വാമിയായത് ശങ്കരാചാര്യർ. ഗുരുവല്ല, സ്വാമി എന്നാണ് വിളിക്കുന്നത്. ശ്രീനാരായണ ഗുരു അന്നുണ്ടായിരുന്ന പ്രധാന സമസ്യകളിൽ ഉത്തരം കണ്ടെത്തുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും ആളുകളെ നേർമാർഗത്തിലേക്ക് എത്തിക്കാൻ അതിനിപ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ഗുരു ശ്രീനാരായണ ഗുരു ശിവൻ്റെ പ്രതിഷ്ഠ നടത്തി. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അതിന് പറഞ്ഞത് ഇത് നിങ്ങളുടെ ശിവനല്ല, എൻ്റെ ശിവനാണ്, ഈഴവരുടെ ശിവനാണ് എന്ന് പറയുന്നത്. അതാണ് സ്വാമിയുടെ ഒരു ഗുണം അല്ലെ, ഒരു സത്വം, സ്വാമിയുടെ സത്വമാണത്. ഒരു ഗുരുവിന് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഗുരു ആകുമ്പോൾ ചിലപ്പോൾ അതിനെ ഒരു ന്യായം കണ്ടുപിടിച്ച് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഒരു താർക്കികമായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ടായിരിക്കും ഗുരു എപ്പോഴും അതിനെ സമീപിക്കുന്നത്. ഗുരു തുല്യരായിട്ടുള്ളവരങ്ങനെ എല്ലാത്തിനെയും യുക്തിപരമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അന്ധവിശ്വാസങ്ങൾ അവിടെ ഇല്ല, അന്ധകാരമില്ല. പ്രകാശത്തിലേക്കുള്ള നല്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായിരിക്കും, ക്ലിയർ ആയിരിക്കും ഗുരുവിൻ്റെ. പക്ഷേ സ്വാമി അങ്ങനെയല്ല. സ്വാമി നമുക്ക് ഏതൊരു തരത്തിൽ വന്നാലും അതിനെ പറഞ്ഞ് വെളുപ്പിക്കാനായിട്ട് കഴിവുള്ളവനാണ്. കാരണം ആത്മീയ പ്രഭാഷകനാണ്. ആളുകളുടെ മനസ്സിൻ്റെ ഒരു രീതികളും ശീലങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ പഠിക്കുന്നവനാണ് സ്വാമി എന്ന് പറയുന്നത്. പിന്നെ ജീവിതത്തിൽ കുറേ ചിട്ടകളുണ്ട്. പഞ്ചേന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മോഹങ്ങളിൽ നിന്ന് മുക്തി നേടിയവനാണ്. ബ്രഹ്മചാരിയാണ്. പല ആളുകൾക്കും ബ്രഹ്മചര്യം എന്ന് പറയുമ്പം വിവാഹം കഴിക്കാത്തൊരു ജീവിതം എന്നാണല്ല. ബ്രഹ്മചര്യം എന്ന് പറയുമ്പം ബ്രഹ്മത്തിൽ ചേർന്ന് ബ്രഹ്മത്തിലൂടെ ബ്രഹ്മത്തിന് വേണ്ടി, ദൈവത്തിനെ പ്രതി ദൈവത്തിലൂടെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണ് ബ്രഹ്മചര്യം. അപ്പോൾ ജീവിതത്തിൻ്റെ ശരിയായിട്ട് മാറുമ്പോഴാണ് ബ്രഹ്മചര്യമായി വരുന്നത്. ബ്രഹ്മ മീൻസ് ഗോഡ്, ചര്യ മീൻസ് ആക്ട്, പ്രവൃത്തി. ബ്രഹ്മത്തിലുള്ള പ്രവൃത്തി, ബ്രഹ്മത്തെ പ്രതിയുള്ള പ്രവൃത്തി, ബ്രഹ്മത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി, ബ്രഹ്മത്തിലൂടെയുള്ള പ്രവൃത്തി, ഇങ്ങനെയൊക്കെയാണിത്. ആ ഒരു ജീവിതം സ്ഥിരമായിട്ട് ചെയ്യുന്നവരെയാണ്
ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഒരു തിന്മ അവരിൽ നിന്ന് പുറപ്പെടുകയില്ല. അവരിൽ നിന്നൊരു കാരണവശാലും തിന്മ വെളിയിലേക്ക് വരത്തില്ല. അവരെപ്പോഴും നന്മയായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല, എത്ര തല്ലിയാലും സാരമില്ല, പോട്ടെ, അവനറിയില്ല ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു അവസ്ഥയാണ് സ്വാമിമാരെന്ന് പറയുന്നത്. യോഗിമാർ ചിലപ്പം വരുമ്പം കയ്യാങ്കളി കാണിക്കുന്ന യോഗിമാരെ വടക്കേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ആരാടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കുന്ന യോഗിമാരുണ്ട്. അപ്പോൾ അത് എന്ത് ഡിഗ്രി നമ്മൾ നേടിയെന്ന് പറയുന്നത് പോലെയാണത്. പക്ഷെ സ്വാമിമാർക്കൊരു ഗുണമേ ഉള്ളൂ, അവരെപ്പോഴും ശാന്തശീലരും ഇതുപോലെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ. ഗോപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കൽ പോലും ഇതുപോലൊരു ആത്മീയ പ്രഭാഷണം നടത്തുകയോ അദ്ദേഹത്തിന് വലിയൊരു ശിഷ്യ സമൂഹം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നടന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിനകത്ത് ചില ക്ഷുദ്രശക്തികൾ കളിക്കുന്നെന്ന് പറഞ്ഞ പോലെ ആ മകനാണെങ്കിൽ തന്നെയും ഒരു സ്വാമിയൊന്നും ഇങ്ങനെയല്ല. പണ്ട് ഇവിടെ ഒരു സ്വാമി തോക്ക് സ്വാമി എന്ന് നമ്മൾ തോക്കും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിരുന്നു, എൻ്റെ ശവം നിങ്ങളെ ഞാൻ തീറ്റിക്കുക, അങ്ങനെ ഒരുപാട് പേർക്ക് അയാൾ ആംബുലൻസ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏതൊരു കാര്യത്തിൽ സംശയാസ്പദമായി പിടിച്ചപ്പോൾ അദ്ദേഹം തോക്ക് ചൂണ്ടി ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും, നിന്നെയൊക്കെ ഞാൻ എൻ്റെ ശവം തീറ്റിക്കുക അവിടെ എന്നൊക്കെ പറഞ്ഞ് ലൈവ് വീഡിയോ നമ്മൾ ഒരു കാലത്ത് കണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ശങ്കരാചാര്യരെയോ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെയോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെയോ അവരൊക്കെ സ്വാമിമാരാണ്. ഈ സ്വാമിമാരെ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ചെയ്താൽ അവർ ശാന്തരായിരിക്കും, അവർ തർക്കിക്കാൻ പോകത്തില്ല. അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാലേ അവർ സാത്വികന്മാരാണ്, സാത്വിക ഭാവം ഉണ്ടാകണം. അപ്പോൾ ഈ മക്കൾ രണ്ടുപേരിലും ഈ ഒരു സാത്വിക ഭാവമില്ല, രണ്ടുപേരിലുമില്ല ഈ സാത്വിക ഭാവം. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സ്വാമി ആയത് എങ്ങനെയാണ്, ഇദ്ദേഹം ഇവിടുന്ന് പഠിച്ചു, അല്ലെങ്കിൽ പഠിച്ചെങ്കിൽ പൊയ്ക്കോട്ടെ, പഠിച്ചില്ലെങ്കിലും സ്വയം ജ്ഞാനമുള്ളവന് വിദ്യ വേണ്ട, അപ്പോൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല ജ്ഞാനമുണ്ടെങ്കിൽ. പക്ഷേ ഒരു ശിഷ്യസമ്പത്തോ ഒന്നുമില്ലാതെ ഒരാളെങ്ങനെ സ്വാമിയായി? പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുത്തി മൃതദേഹ സംസ്കാരം നടത്താൻ, അതായത് ഇവർ സമാധി എന്ന് പറയുന്നത് പോലെ ഇരുത്തി സമാധി, കിടത്തി സമാധി, ജലത്തിൽ സമാധി, അഗ്നിസമാധി എന്നൊക്കെ പറയുന്നത്, കുഴിയിൽ സമാധി, അതാണ് മിട്ടി സമാധി എന്ന് പറഞ്ഞതുപോലെ ഇരുത്തി സമാധി ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അതിനെ നമുക്ക് എതിർക്കാനോ നിഷേധിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. അതൊരു സമാധി, അത് അങ്ങനെ വിളിച്ചാൽ അങ്ങനെ. മൃതദേഹം ഇരുത്തി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇരുത്തി ഒരു അറക്കകത്ത് വെച്ചു, കെട്ടിനകത്തല്ലേ, നേരത്തെ ആ വാക്ക് വിട്ടുപോയി, കല്ലറയ്ക്കകത്ത് ഇരുത്തി വെച്ചു എന്ന് പറയുന്നതാണ് അത് ഏറ്റവും ശരിയായിട്ടുള്ളത്. സമാധി എന്ന് അങ്ങനെ ഒരു സമാധി എന്ന് പറഞ്ഞ സമബുദ്ധി, സ്ഥിരമായിട്ട് അങ്ങനെ വെച്ചു എന്നുള്ളൊരർത്ഥത്തിലായിരിക്കാം അങ്ങനെയുള്ള സംസ്കാരങ്ങൾക്ക് സമാധി എന്ന് പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ രീതിയിൽ ഇതിനെയൊക്കെ എടുത്ത് ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുന്ന ഗീത എന്ന് പറയുന്നൊരു ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകം ഞാനത് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ പുസ്തകം വളരെ ഇഷ്ടമാകും. പക്ഷേ നിർഭാഗ്യവശാൽ പല ആളുകളും അതിൻ്റെ തന്നെ ഇതെടുത്താണ് വ്യാഖ്യാനങ്ങൾ കൊണ്ട് കുളവാക്കിയ ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ഓരോരുത്തരും തോന്നുന്ന പോലെ അതെടുത്തിട്ടങ്ങ് അലക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ സംസ്കൃത അർത്ഥത്തിൻ്റെ തർജിമ അത് പഠിച്ചാൽ നമുക്ക് ആ പുസ്തകങ്ങളൊക്കെ വളരെ ഇമ്പമാർന്നതാണ്. ഏതൊരു കാര്യവും നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ സത്യാവസ്ഥകളിലേക്ക് നമ്മൾ പോകുക. നമ്മൾ ഇതിനകത്ത് വികാരം കൊള്ളേണ്ട കാര്യമില്ല. പിന്നെ ഈ മക്കൾ തന്നെ ഇത് മുസ്ലിം തീവ്രവാദികളാണ്, ഇതിനകത്തും ഞാൻ തീവ്രവാദമൊന്നും കാണുന്നില്ല. കാരണം പരാതി കൊടുത്തത് മുസ്ലിങ്ങളൊന്നുമല്ല, അടുത്ത മുസ്ലിങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാം ശരിക്കും ഇവന്മാരെ തല്ലും. ഞാൻ പറയും നീ മിണ്ടരുത്, ഇത് ഞാൻ തന്നെ പൊട്ടിച്ചേനെ. ചിലപ്പോൾ അഭിപ്രായം എടുത്ത് ഞാൻ തന്നെ അത് പൊട്ടിച്ച് ഈ സംഗതി ഞാൻ വെളിയിൽ കൊണ്ടുവന്നു. ഒരു പോലീസിന് വേണ്ടി ചിലപ്പോൾ ഞാൻ കാത്തു നിന്നൊന്നും വരത്തില്ല. അതെൻ്റെ ഒരു ജന്മസ്വഭാവമാണ് എൻ്റെ. അപ്പോൾ അവർ പറഞ്ഞതെന്തോ ഇത് മുസ്ലിം തീവ്രവാദികളാണ്. അപ്പം അങ്ങനെ അതിനകത്തൊരു തീവ്രവാദമോ അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് അറിയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതിവരെ ഒരു ഡോക്ടറെ വിളിച്ച് സർട്ടിഫൈ ചെയ്ത് ഈ പറയുന്ന പോലെ 4 നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നെങ്കിൽ ആർക്കും സംശയമില്ല. ഗോവൻ സമാധിയായി, ഓക്കെ, ഗോവൻ സമാധിയായി, ഗോവൻ ആരും അറിയാതെ കൊണ്ടുപോയി കുഴിച്ചിട്ടു, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി അറക്കകത്ത് വെച്ചു, സ്ലാബിട്ട് മൂടി എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. ഒരു നീതി വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഇത് ബോധ്യപ്പെടുത്തണം. പലരെയും നിയമ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലേ, ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തണം. നമുക്ക് തോന്നിയാസം കാണിക്കാൻ പറ്റത്തില്ല. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പണ്ട് കാലത്ത്, അതായത് നമ്മുടെ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു SI ആണ് സത്യനേശൻ നാടാരെന്ന് പറയും. പിൽക്കാലത്ത് അദ്ദേഹം മലയാള സിനിമയുടെ അഭിനയ കുലപതിയായ സത്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സത്യനേശൻ നാടാര്. ക്രിസ്ത്യാനിയാണ് അദ്ദേഹം. ആലപ്പുഴയിൽ ഒരുപാട് ഗുണ്ടകളെ, തോന്നിയാസം തന്നിഷ്ടപ്രകാരം കാണിക്കുന്ന ഗുണ്ടകളെയൊക്കെ
ഇടിച്ച് പൂട്ടി പരിപാടി ഇളക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ. ശരിക്കും ഇട്ടിക്കൊണ്ട ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ശ്വാസം കിട്ടാതെ ആസ്മ പിടിച്ച് മരിച്ചവരുണ്ട്. അപ്പം സത്യൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പ്രായശ്ചിത്തം എന്ന പോലെ ഒരു കെട്ട്, അന്ന് ആളുകൾ പറയുന്ന ഇത്രയും വലിയൊരു നോട്ട് കെട്ടുകൾ കൊണ്ടുവന്ന് ഈ ഇടിച്ച വ്യക്തിയെ തപ്പിപ്പിടിച്ച് കൈ കൊടുത്തിട്ട് അയാളത് മേടിച്ചില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അദ്ദേഹം അത് മേടിച്ചില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നടന്ന് ഞാൻ നേരിട്ട് കേട്ട സംഭവങ്ങളും കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഈ പറയുന്നത്. അപ്പോൾ അതേപോലെ തോന്നിയാസമായിട്ട് നടന്നിരുന്ന ആളുകൾക്ക് മൂക്കുകയറിട്ട ഒരു കാലം ഉണ്ടായിരുന്നു, ലോക്കൽ ചട്ടമ്പിമാർക്കൊക്കെ. അതിന് പോലീസുകാരെടുത്ത ത്യാഗവും പരിശ്രമങ്ങളും വളരെ പ്രശംസനീയമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഓരോരുത്തരും തങ്ങളുടെ ലാഭങ്ങൾക്ക്, സ്വാർത്ഥ ലാഭങ്ങൾക്കും കീർത്തികൾക്കും വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിലാണ്, ഇതാണ് രാത്രിയാകുമ്പോൾ, അപ്പം വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തോന്നിയ പോലെ ഓരോരുത്തർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരു സംവിധാനമില്ല. അതിന് ഉണ്ടോ? അങ്ങനെ തോന്നിയ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനൊരു സംവിധാനമില്ല. അപ്പം ആ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ സാമൂഹിക സുരക്ഷിതത്വം നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സാമൂഹിക സുരക്ഷിതത്വം, ഒരു സാമൂഹ്യ സുരക്ഷ എന്നൊക്കെ പറയുന്നത് ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പണ്ട് കാലത്ത് ഇവിടെ നവപാഷാണ വിഗ്രഹമുണ്ടായിരുന്നു. മഹർഷി ഭരതമുനി മറ്റേയാണെന്ന് തോന്നുന്നു, അത് ഇങ്ങനെ ഓരോ നവപാഷാണ വിഗ്രഹം, അഗസ്ത്യമുനിയാണ് ഈ നവപാഷാണ വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നവപാഷാണ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് 10,000-കണക്കിന് സ്ത്രീകളെ വർഷങ്ങളോളം, എന്നുവെച്ചാൽ കന്യകമാരായ പെൺകുട്ടികളെ വർഷങ്ങളോളം ലൈംഗികമായി ഉപയോഗിച്ചിട്ട്, ശാരീരികമായിട്ട് ബന്ധപ്പെടുകയല്ല, അവരുടെ യോനി ഭാഗങ്ങൾ തടകി അവരെ ഉത്തേജിപ്പിച്ച് അതിൽ നിന്ന് വരുന്ന സ്രവമാണ്, അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഏറ്റവും വലിയ വിഷമായിട്ടാണത് പറയുന്നത്. നവവിഷങ്ങളിൽ ഏറ്റവും ഉഗ്രവിഷമാണ് ഈ ഒരു സ്രവമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരീരത്തെ മൊത്തം നശിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇതാണ് ഈ വിഷം എന്ന് പറയുന്നത്. അപ്പം ആ വിഷം എടുത്തു കൊണ്ടുവന്ന് ആണ് ഈ നവപാഷാണം. അത് തുരിശിനകത്തിട്ട് വാഴയിലയിൽ ഇത് വീണ് കഴിയുമ്പം അത് വടിച്ചെടുത്ത് അത് തുരിശുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ മറ്റ് 8ഓളം വിഷങ്ങൾ, അതിലൊരു വിഷം തുരിശാണെന്ന് എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. ഇത് ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പം എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കാത്തതുകൊണ്ട് ഇതിലൊക്കെ മറന്നു പോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു പണ്ട്. അതായത് പഴനിയിൽ, ഇവിടെ ഈ ശബരിമല, പഴനി, അങ്ങനെ 9 സ്ഥലങ്ങളിൽ ഈ നവപാഷാണ വിഗ്രഹം വെച്ചു. അപ്പോൾ അത് ക്യാൻസർ അതുപോലെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് അത് ഫലപ്രാപ്തി കിട്ടും. അതിനകത്ത് നെയ്യൊഴിക്കുമ്പം അതിലേക്ക് ഒരു വിഷം പകരും, പാലൊഴിക്കുമ്പം വേറൊരു വിഷം വിഗ്രഹത്തിൽ നിന്ന് കിട്ടും. അതുപോലെ ഭസ്മം തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു വിഷം കിട്ടും. ചന്ദനം തേക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വിഷം അതിൽ നിന്ന് ഇളകി വരും. ഓരോ സമയത്തുമൊക്കെ അതിന് ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് രോഗസൗഖ്യത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അത് വിശ്വാസവുമായിട്ട് ബന്ധിപ്പിച്ചത് കൊണ്ട് ആളുകൾ അതിനെ പൂജിക്കാനും വണങ്ങാനും ആ ക്ഷേത്രങ്ങളിൽ വന്ന് ആരാധിക്കാനും ഒക്കെ ആയിട്ടുള്ള, അത് മനുഷ്യനെ സാത്വികന്മാരാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു ഉപാധി മാത്രമാണ്. പിൽക്കാലത്ത് അതെല്ലാം മറന്നുപോയി. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ കുട്ടികളെ നമ്മൾ തോന്നിയാസം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പിടിച്ച് ജയിലിലിടും അല്ലേ. ഇത് പണ്ട് അഗസ്ത്യമുനി ഇത് ചെയ്തിരുന്നതാണ് എന്ന് പറയുന്നിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അഗസ്ത്യമുനി കാണിച്ചിരുന്ന പരിപാടി, അതുകൊണ്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സാധനം എടുക്കണം, ഞങ്ങളിങ്ങനെ ഒരു നവപാഷാണം ഉണ്ടാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നടക്കത്തില്ല. കാരണം ഇന്നൊരു സംവിധാനമുണ്ട്, നമുക്കൊരു സാമൂഹിക സുരക്ഷിതത്വം, ഒരു സുരക്ഷാ സംവിധാനം, നിയമം, രാജ്യത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതേപോലെ ആ ഒരു സംവിധാനത്തിൽ അതിന് വിരുദ്ധമായിട്ട് ഗോപൻ സ്വാമിയുടെ മക്കളും കുടുംബവും പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയേറെ സംഭവബഹുലമായ പ്രശ്നങ്ങൾ നെയ്യാറ്റിൻകരയിൽ ഉണ്ടായത്. അവരിതുപോലെ ഇപ്പം സ്വാമി വിവേകാനന്ദൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ എന്താ ചെയ്തത്? ദേഹവിയോഗം വന്നു, ഡോക്ടർ വന്ന് പരിശോധിച്ചു, സർട്ടിഫൈ ചെയ്തു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ സർട്ടിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ മിക്കവാറും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഞാൻ വിട്ടുപോയി. ഞാൻ ആ പുസ്തകങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വായിച്ചിരുന്നതാണ്. അപ്പോൾ അത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ മൂർച്ച വന്ന് ഇരിക്കുന്നു. ഒരു സമാധി സ്റ്റേജാണ്. ഇങ്ങനെ പ്രത്യേക രീതിയിൽ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ കുറേ നേരം അനങ്ങാതെയൊക്കെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് പറയുന്നത് മൂർച്ച എന്നാണ് പറയുന്നത്. സമാധി എന്നും അതിന് പറയാം. ഒരു സ്ഥിരത, കുറച്ച് നേരം കൈവരിക്കുന്ന ഒരു സ്ഥിരതയാണ്. അപ്പോൾ സമാധിയിൽ നമ്മൾ എപ്പോഴും ആത്മാവ് ശരീരം വിട്ടു പോകത്തില്ല.
അതിന് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയവർക്ക് മാത്രമേ അങ്ങനെ പുറത്തു പോയത്. ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഞാൻ പറയുന്നത്. സമാധി ആയിട്ടൊന്നും അതിന് ബന്ധമില്ല. കുറേ നേരം ഒരേപോലെ ഇരുന്ന് ധ്യാനിക്കാനോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുത്തിയിരിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയെ സമാധി എന്ന് വേണേൽ വിളിക്കാം. സ്ഥിരത എന്ന അർത്ഥത്തിൽ നമുക്ക് വിളിക്കാം. ഇത് നമ്മുടെ പുരാണങ്ങളിൽ മറ്റേ കണ്ണുമോർഷ്യ ഏതോ ഒരു കണ്ണുമോർഷ്യയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ചെതല് കൊണ്ടുവന്ന് ഇങ്ങനെ മൂടി പൊതിഞ്ഞിരുന്നിട്ട് കണ്ണ് മാത്രം രണ്ട് മിന്നാമിനുങ്ങും പോലെ തിളങ്ങിയിരുന്നു. അത് ഇങ്ങനെ ഒരു കമ്പിട്ടാണ്ട് കുത്തിയപ്പോൾ കണ്ണ് പൊട്ടിപ്പോയി. അങ്ങനെ ഇവള് അയാളുടെ ഭാര്യയായിട്ട് അയാളെ സേവിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം വർഷങ്ങളോളം അനങ്ങാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെതൽപ്പുറ്റ് വന്ന് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിരത കൈവരിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ അതൊന്നും സമാധി എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥിരത കൈവരിക്കുക ആത്മാവിൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥകളാണത്. കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറേ മാസത്തേക്ക് നമുക്ക് ഒരേപോലെ ഇരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ഇത് എന്താ പറയുക, സ്ഥിരത എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ സമാധി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഗോപനൊരു സ്വാമി ആകണമെങ്കിൽ അദ്ദേഹം സ്വാമി എന്ന് പറയുന്ന ആ ഒരു അർത്ഥതലത്തിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടുണ്ടോ, അദ്ദേഹം ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അയൽവക്കാരോട് പോലും ശത്രുതയിലാണ്. ഇപ്പോഴും പലർക്കും അവിടെ വഴി കൊടുക്കാതിരിക്കാൻ വാഴ വെച്ചു. ഒരു സ്വാമി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആ സ്വാമി പറയുന്നത് എന്താ, അത് നിങ്ങൾ എടുക്കണോ, നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ അവിടെ വഴി വേണോ, വഴി എടുത്തോ എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരിക്കലും തടയത്തില്ല, അതിനെ പിടിച്ചു വയ്ക്കത്തില്ല മറ്റൊരാളുടെ അവകാശത്തെ. അതാണ് സ്വാമി ഗുണം അല്ലേ, സാത്വിക ഗുണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് തർക്കം വഴക്കുകളില്ല. അപ്പോൾ ഇദ്ദേഹം അവിടെ തർക്കവും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. വെട്ടിയതൊരു ഒരു ഒരു കുറ്റമല്ല. അത് അദ്ദേഹത്തിൻ്റെ മാനസിക നിലയ്ക്ക് അത് ചെയ്തു. പക്ഷേ ആ നിലയുള്ള ഒരാൾക്ക് പിന്നീട് സ്വാമിയായി മാറാം, യോഗിയായി മാറാം, ഋഷിയായി മാറാം, മഹർഷിയായി മാറാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പടയോഗിയോ ഏത് വേണമെങ്കിലും ആകാം. അതിനൊന്നും ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇയാളെ സ്വാമി എന്ന് വിളിക്കാനായിട്ട് തടസ്സം കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇദ്ദേഹത്തിന് ഒരു ആത്മീയ പ്രഭാഷണം ഇദ്ദേഹത്തിൻ്റെതില്ല. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ഒരാളല്ല. ഇദ്ദേഹത്തിന് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ചതായിട്ട് പറയുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി ഗുഹയിലിരുന്ന് ധ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു യോഗി വരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു താപസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സ്വാമി ലെവലിലേക്ക് ഉയരാനായിട്ട് അത് ഒരു കാരണമല്ല. പിന്നെ കുറേ ആളുകൾക്ക് കൂട്ടം ചേർന്ന് അദ്ദേഹത്തെ അങ്ങനെ അടക്കുകയോ അദ്ദേഹത്തിന് ഇപ്പോൾ പൂജ നടത്തി അദ്ദേഹത്തെ ദൈവമായിട്ട് മാറ്റിയെങ്കിൽ അത് അവരുടെ വിശ്വാസമാണ്. നമുക്കതിന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്യാനോട് കോടതിക്ക് അതെന്തെങ്കിലും സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ഒരു പ്രശ്നം കോടതിക്ക് അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ആരും അതിനെതിരെ ഇത് കാണിക്കാൻ പറ്റത്തില്ല. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് തീവ്രവാദമാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ട് കരയേണ്ട കാര്യമില്ല. സമൂഹത്തിൻ്റെ ഒരു നീതിയുണ്ട്. ആ നീതിക്ക് തന്ത്രപൂർവ്വം അവർ പ്രവർത്തിക്കുകയാണ്. ഇവരാദ്യമേ തന്നെ ഇത് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ തുറക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മക്കൾ കൂടി ഒരു സ്വാമി ലെവലിലേക്ക് നമ്മൾ കണ്ടേനെ, ഒരു സ്വാമിയെപ്പോലെ നമ്മൾ കരുതിയേനെ അല്ലേ. അവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ചയാണ്. അപ്പോൾ അവർ നമ്മളിപ്പം തുറന്ന് പരിശോധിച്ചോ, നമുക്ക് പ്രശ്നമില്ല, ഇങ്ങനെയാണിത് വെച്ചിരുന്നത്, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഒരു തുറന്ന ചർച്ചയിലൂടെ അത് അവർ ചെയ്തിരുന്നെങ്കിൽ അവരുടെ തന്നെ ഒരു ഡിഗ്നിറ്റി വർദ്ധിച്ചേനെ. പകരം അവരവിടെ കിടന്ന് അലമുറയിട്ട് ബഹളം വെച്ച് ചീത്ത വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ അവരുടെ തന്നെ ആ ഒരു ഡിഗ്നിറ്റി, അവർക്കൊരു സ്വാമി ഗുണമില്ല എന്നവർ ബോധ്യപ്പെടുത്തുകയായി. അതൊക്കെയാണ് ഇതിനകത്തൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ ഈ കൊണ്ടുവന്ന് ഇത്രയും സ്വാമിമാർ വന്ന് അദ്ദേഹത്തെ സമാധി ഇരുത്തിയതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ആർക്കും ആ ഒരു മൃതദേഹ സംസ്കാരം അത്രയേ ഉള്ളൂ. ശവസംസ്കാരം, മൃതദേഹ സംസ്കാരം അല്ലെങ്കിൽ ശവദാഹം എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു സംവിധാനം. കല്ലറയിൽ സമാധിയാക്കി എന്ന് പറയുന്ന പോലെ, മിട്ടി സമാധി, കുഴി സമാധി എന്നൊക്കെ പറയുന്ന പോലെ, കുഴിമന്തി എന്നൊക്കെ പറയുന്ന പോലെ ഒരവസ്ഥയിൽ ഇരുത്തി അത്രയും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് ഹിന്ദു ഐക്യവേദിയെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മറ്റ് ഇതിനെയൊന്നും നമുക്ക് ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അയാളെ അങ്ങനെ സംസ്കരിക്കാം. ഇനി അയാളൊരു കൊലപാതകയാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ സംസ്കരിക്കാനുള്ള റൈറ്റുണ്ട്. കുഴിച്ചിടുക എന്നുള്ള അല്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഇവിടെ നിയമമോ ഭരണഘടനയോ ഒന്നും പറയുന്നില്ല. തെറ്റ് ചെയ്ത ആളുകളെ ഇന്ന രീതിയിൽ കൊണ്ടുപോയി കുഴിച്ചിടണം, അല്ല ഇന്ന രീതിയിൽ പെട്രോൾ ഒഴിച്ച് കത്തി, ഇങ്ങനൊന്നും ഇവിടെ ഭരണഘടനയെ പറയുന്നില്ല. അത് പറയാത്തിടത്തോളം കാലം ഗോവിന്ദസ്വാമിയെ അങ്ങനെ സംസ്കരിച്ചതിൽ ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും അതിന് കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം അവർക്ക് സ്വാമിയാണെങ്കിലാണ്. പക്ഷേ സ്വാമി എങ്ങനെയായി എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. ആസാമി എന്ന് ഞാൻ ഇവിടെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഗോപൻ സ്വാമിയല്ല, ഗോപൻ ആസാമി തന്നെയാണ്. കാരണം ശിവഗിരി മഠത്തിലെങ്കിലും ഒരു ദിവസം പോയി പ്രഭാഷണം നടത്തിയിരുന്നെങ്കിൽ, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു ആശ്രമത്തിലോ അമ്പലത്തിലോ ഒക്കെ സ്ഥിരമായിട്ട് ഇതുപോലെ പ്രഭാഷണങ്ങൾ നടത്തി മനുഷ്യരെ ആത്മീയമായ ഒരു ഔന്നത്യത്തിലേക്ക് ഉയർത്തുവാനും സാത്വികന്മാരാക്കി മാറ്റുവാനും ഈ പറയുന്ന ഗോപൻ ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടെ സ്വാമി എന്ന് വിളിക്കേണ്ടി വന്നേനെ. എന്തായാലും
അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഗോപ്യമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് തന്നെ നന്മയുണ്ടായി. കാരണം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വലിയൊരു ഇപ്പോൾ ചെറിയ ഒരു കൂട്ടിൽ ഒരു കല്ലറയിൽ നിന്ന് വലിയൊരു കല്ലറയിലേക്ക് വിശാലമായിട്ട് ടൺ കണക്കിന് ഭസ്മമൊക്കെ ഇട്ട് ചാക്കുംപടി ഭസ്മമൊക്കെ ഇട്ട് ആഡംബരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ ഇരുത്തിയേക്കുന്നത്. ആദ്യത്തെ ആ സ്റ്റാറ്റസ് മാറി അല്ലേ? അത് മാറി. അതവർക്ക് ചെയ്യാം, അതവരുടെ അവകാശമാണ്, ആ കുടുംബത്തിൻ്റെ അവകാശമാണ്, ഹിന്ദു സമൂഹത്തിൻ്റെ അവകാശമാണ്. അത് ഒരുത്തിനും ഇവിടെ ചോദിക്കാനായിട്ട് അധികാരമില്ല. അതുണ്ടെങ്കിൽ കോടതിക്കേ ഉള്ളൂ. കോടതി അങ്ങനെ ഉണ്ടെങ്കിൽ അത് സമൂഹത്തെയോ നിയമത്തെയോ മറ്റെന്തിനെങ്കിലും വെല്ലുവിളിക്കുന്ന തരത്തിലായെങ്കിൽ മാത്രമേ അത് ചോദ്യം ചെയ്യാൻ കോടതിക്കും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കോടതിക്കോ അത് തള്ളിക്കളയാനേ, അങ്ങനെ ഒരു കേസോ പ്രശ്നമോ വന്നാൽ തള്ളിക്കളയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ മക്കൾ കുറച്ചുകൂടെ സാത്വികന്മാരായി പെരുമാറണം എന്നുള്ളതാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തുള്ള ഹിന്ദു വിശ്വാസികൾ തന്നെ പറഞ്ഞിരുന്നത് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തു, അവിടെ ക്ഷേത്രം പണിതു. പക്ഷേ അതിൻ്റെ കണക്കുകൾ ചോദിച്ചപ്പോൾ ഇയാൾ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരാതായത്, ക്ഷേത്രം പണി മുടങ്ങിയത് എന്ന് പറയുന്ന വീഡിയോ ഞാൻ കേട്ടിട്ടുള്ളതാണ്. യൂട്യൂബിൽ ആളുകൾ ലൈവായിട്ട് ആ പ്രദേശത്തുള്ള അയൽവാസികൾ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അയൽവക്കക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അന്ത്യകാലത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വാമിപ്പട്ടം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അന്ത്യകാലം, അയാൾ മരിക്കുന്നതിൽ സമാധിയാകുന്നതിൻ്റെ സമയത്തും അയൽവാസികളോട് പോലും അദ്ദേഹം പോയൊരു ദിവസം ഒന്ന് രമ്യപ്പെടാനോ എല്ലാവരെയും ഒന്ന് വിളിച്ച് ഒരു രമ്യതയിലാക്കാനോ ശ്രമിക്കാഞ്ഞത് കൊണ്ട് അദ്ദേഹം സ്വാമിയാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. സ്വാമിയല്ല അദ്ദേഹം, അദ്ദേഹം ആസാമി തന്നെയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് സ്വാമിയാക്കാനും ആസാമിയാക്കാനും എന്തും നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പിൻചൊല്ലാം, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക. പിന്നെ നാളെ വേണമെങ്കിൽ ആളുകൾ ഗോപൻ സ്വാമി പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി ഇത് വലിയ ലെവലിലേക്ക്, കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ പണമാണ് പ്രധാനം, പണമാണ്. അതുകൊണ്ടാണ് ഈ സ്വാമിമാർ തന്നെ ആത്മീയ ആചാര്യന്മാർ ഇതുപോലെ സമാധിയായിട്ട് ഇരുത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിവെക്കുന്നതിൻ്റെ പ്രധാന കാര്യം ആ പണം, അല്ലെങ്കിൽ അനുയായികൾ നഷ്ടപ്പെടരുത്, അവരെ ഒന്ന് ചേർത്ത് മരണശേഷവും ചേർത്ത് നിർത്താൻ ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓർത്തഡോക്സിലൊക്കെ അവരുടെ തിരുമേനിമാർ, അതായത് ഓർത്തഡോക്സ് ബിഷപ്പുമാർ, ക്രിസ്ത്യാനികൾ ഇതുപോലെ കമ്പിയൊക്കെ ഇങ്ങനെ കുത്തിത്തുളച്ച് വലിച്ച് കസേരമേ കെട്ടി എന്ത് കാര്യത്തിനാണിത്? ഇതൊക്കെ ഒരുതരം എന്താ പറയുന്നത്, ആളുകളുടെ മുമ്പിൽ ദിവ്യത്വം സ്വയം കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. മരിച്ചവനെ കുഴിച്ചിടുക, അത്രയേ ഉള്ളൂ. അത് അഗ്നിയിൽ ദഹിപ്പിക്കുക. ക്രിസ്ത്യാനിക്കും വേണമെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിക്കുക. അവരുടെ വിശ്വാസപ്രകാരം അവരുടെ മെത്രാൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മുടെ ജോസഫ് പുലിക്കുന്നേൽ ഓശാന ജോസഫിനെ വീട്ടിൽ ദഹിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മെത്രാൻ അനുവാദം കൊടുത്തിട്ട് കർമ്മങ്ങളൊക്കെ മെത്രാൻ വന്ന് ചെയ്തു, എന്നിട്ട് ചെയ്യുകയാണ്. അപ്പം മൃതദേഹം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഉച്ഛിഷ്ടമാണ്. അതിന് ദൈവം അതിൽ വസിക്കുകയല്ല, പിന്നെ ദൈവവുമായി ബന്ധമില്ല, ഈ ആത്മാവിനും അതുമായിട്ട് ബന്ധമില്ല. പിന്നെ അതിൽ കയറാൻ പറ്റുന്നത് പിശാചുക്കളാണ് അതിനുള്ള സാധ്യതയുള്ളത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ, അതുകൊണ്ടാണ് ഈ ഒക്കൾട്ട് പോലുള്ള കർമ്മങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുന്ന അഘോരികൾ, ഇവർ ഈ തലയോട്ടി, എല്ല് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് അത് പ്രത്യേക രീതിയിലൊക്കെ അത് മുറിച്ച് അതിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ അവരത് വെക്കുന്നത്, ഇതുപോലുള്ള ചില ശക്തികൾ, ദുർശക്തികൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പവർ എനർജി അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ തലയോട്ടിയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ക്രൂരതയും ദുഷ്ടതയൊക്കെ ചെയ്ത ആളുകളുടെ അസ്ഥികൾ അവർ തിരഞ്ഞു പിടിച്ച്, തിന്മയുള്ളവരുടെ തിരഞ്ഞു പിടിച്ച് അതായിരിക്കും അവരിങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നന്മ ചെയ്ത് മരിച്ച ഒരു ആത്മാവാണോ ഈ പറയുന്നത് പോലെ 5 പ്രാണനും അല്ലേ, ഹൃതിപ്രാണോ ഉദയവാനോ സുമാനോ നാഭി സംസ്ഥിത ഉദാനോ കണ്ഠദേശസ്ഥ വ്യാന സർവ്വശരീരക എന്ന് പറയുന്ന അഴുകാനുള്ള ആ പ്രാണൻ ഉൾപ്പെടെ വലിച്ചു പോകുമെന്നും പറഞ്ഞ് അതുൾപ്പെടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ബാക്കി ശരീരം മാത്രം നമ്മൾ ഇതിനകത്തോട്ട് വിടും അല്ലേ. അപ്പോൾ പഞ്ചഭൂത ശരീരസ്യ പഞ്ചഭൂതാനി ചൗഷധം, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരത്തിന് പഞ്ചഭൂതങ്ങൾ തന്നെയാണ്, 5 ഭൂതങ്ങൾ തന്നെയാണ് ഔഷധം എന്നാണ് പറയുന്നത്. ആ പഞ്ചഭൂതങ്ങളെ മനനം ചെയ്ത് കണ്ടെത്തുന്ന ഒരു പ്രക്രിയയുടെ പൂർണ്ണതയെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ധാരണയുടെ ഒരു പൂർണ്ണതയെ, അതും അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഒരു പൂർണ്ണതയെ, സ്ഥിരത നേടുന്ന അവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ സമാധി എന്ന് വിളിക്കാം. അല്ലാതെ സമാധി എന്ന് പറയുന്ന ഒരു ആനക്കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ കുംഭമേളയിൽ ഒരുപാട് പേര് വന്ന് ഇന്ന് അവിടെ 12 വർഷം മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സന്യാസിമാരല്ല, കോടിക്കണക്കിന് സന്യാസിമാരാണ് അവിടെ വരുന്നത്. കോടിക്കണക്കിന് സന്യാസിമാർ, അതായത് ലൗകികമായ കുടുംബജീവിതമില്ലാത്ത ആൺ പെൺ സന്യാസിമാരാണ് അവരോട് വരുന്നത്. സന്യാസി എന്നാണ് പറയുന്നത്, സ്വാമി എന്നല്ല പറയുന്നത്. അവരെല്ലാവരും തന്നെ സന്യാസിമാരാണ്.
സന്യസ്തം, ഒരു പ്രത്യേക ഒരു ജീവിത നിഷ്ഠ സ്വീകരിച്ച് ആ മാർഗത്തിൽ മാത്രം പോയി ലൗകികതയിൽ നിന്നൊക്കെ മുക്തി നേടി ജീവിക്കുന്നവരെയാണ് സന്യാസികളെന്ന് പറയുന്നത്. എല്ലാവരും സന്യാസികളാണോ? വികാര വിചാരങ്ങളുമായി നടക്കുന്ന ഒരു പ്രത്യേക ജീവിത രീതി നോക്കിയെന്ന് പറഞ്ഞ് വികാരങ്ങൾക്ക് അടിപ്പെട്ട് നടക്കുന്നവരൊന്നും സന്യാസിമാരല്ല. സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ അത് ലൗകിക മോഹങ്ങൾ, ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളും വിട്ടു മനസ്സിനൊരു സ്ഥിരത നേടി, ആത്മാവിന് സ്ഥിരത നേടി, ചിന്തകൾക്ക് സ്ഥിരത നേടി, പ്രവൃത്തികൾക്ക് സ്ഥിരത നേടി, അത് ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ ഒന്നും വ്യതിചലിപ്പിക്കാൻ ഒരു ബാഹ്യശക്തിക്കും പറ്റാത്ത ഒരവസ്ഥയാണ് ഈ പറഞ്ഞ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള സന്യാസിമാരാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ 40 കോടി സന്യാസിമാർ അല്ലെങ്കിൽ 40 കോടി മനുഷ്യരവിടെ വരുന്നുണ്ട്. അതിലൊരു 1 കോടിയെങ്കിലും സന്യാസിമാരുണ്ടാകുന്നു. അതുപോലെ സന്യാസിമാരാണ് വരുന്നത്. എത്രയോ 1000 ഹെക്ടർ 2000 ഹെക്ടറോ അങ്ങനെ 1000 ഹെക്ടറിൽ അങ്ങാണ്ടാണ് ആളുകൾക്ക് താമസിക്കുക. അത് ഒരു ജില്ല തന്നെ എന്ന പോലെയാണ് ഇതിന് കുംഭമേളയുടെ ഒരു ജില്ലയ്ക്ക് അത്രയും വലിപ്പത്തിലാണ്, എത്രയോ ഹെക്ടർ സ്ഥലത്താണ് താമസവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്വാമിമാരൊന്നും അവിടെ വന്ന് വെട്ടും ഒരുത്തൻ്റെ കത്തിയും വാളുമൊക്കെ ആയിട്ട് നടക്കുന്ന സ്വാമിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊരുത്തൻ്റെ പള്ളയ്ക്കും കത്തി കുത്തിയതായിട്ടോ ഈ സ്വാമിമാരുടെ ഇടയിൽ ഒരു കേസുണ്ടായതായിട്ടോ നമ്മളാരും കണ്ടിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ ഇന്ന് വരെ അങ്ങനെ കേട്ടിട്ടില്ല, ആരും പറഞ്ഞും കേട്ടിട്ടില്ല, അവിടെ പോയിട്ട് കണ്ടിട്ടുമില്ല ആരും. ഇത്രയും ലക്ഷക്കണക്കിന് നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, ഇവിടെ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ചെറപ്പ്, 2 അടിയെങ്കിലും മിനിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും ആരെങ്കിലും തമ്മിൽ, അല്ലേ? നമ്മുടെ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ തമ്മിൽ, ആശ്രമത്തിൽ സ്വാമിമാർ തമ്മിൽ ഒക്കെ അടിയുണ്ട്. പക്ഷേ ഈ സന്യാസിമാർ അവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു കുംഭമേളയ്ക്കും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എത്രയെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണ് അവർ കാണിക്കുന്നത്. ഏതെല്ലാം സ്ഥലത്ത് നിന്ന് പ്രായത്തിലൊക്കെ ഉള്ളവരാണ് അവിടെ വരുന്നത്. ഒരു വാക്ക് വ്യത്യാസമോ തർക്കമോ നിങ്ങൾക്ക് അവരുടെ കാണാൻ പറ്റത്തില്ല. അതാണ് സ്ഥിരത അഥവാ സമാധി എന്ന് പറയുന്നത്. ആ സ്ഥിരത, ബുദ്ധി സ്ഥിരത, അല്ലേ? സമം ധി, ബുദ്ധിയുടെ സമപ്പെട്ട സ്ഥിരമായ ഒരവസ്ഥ, അത് നമ്മൾ ഓരോ ജീവിതങ്ങളിലും ഉണ്ടാകണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആദ്യം നമ്മൾ ഈ ഒരു ബുദ്ധിസ്ഥിരത, സമാധിസ്ഥിരത, ബുദ്ധിസ്ഥിരത ഉണ്ടാകാനായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മളിവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതില്ലെങ്കിൽ ഈ സമൂഹം മത്സരബുദ്ധിയോടെ പരസ്പരം കടിച്ചു കീറി തിന്നുന്ന പഴയകാല ആ ഒരു ഗോത്ര സംസ്കാരമൊന്നും എന്തായാലും പറയുക, ആ ഒരു കാട്ടാള സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഓരോ ദിവസവും തലക്കടിച്ചു കൊന്നു, 15-കാരനെ 14-കാരൻ തലക്കടിച്ചു, പെങ്ങളെ തലക്കടിച്ചു, ഇങ്ങനെ കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെരുകുന്ന ഇതുകൊണ്ടാണ്. ഭ്രമത്തിൻ്റെ പുറകെ നമ്മുടെ മനസ്സും ശരീരവും യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നത്. ഭ്രമത്തിൻ്റെ പുറകെ നമ്മുടെ മനസ്സും ശരീരവും യാത്ര ചെയ്യുന്നു. സ്ഥിരതയില്ല, സമാധിയില്ല ഇതിലൊന്നും. അപ്പോൾ സ്വയം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും, എന്താ പറയുന്നത്, സാധാരണ താണ്ടിവലിവെടുത്ത് മരിച്ചാലും ഇതൊന്നും സമാധിയല്ല. പക്ഷേ ഇതിനെ വേണേൽ സമാധി എന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. ആലങ്കാരികമായിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നു. അപ്പം ഗോപൻ്റെ കാര്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമോ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട അല്ലെങ്കിൽ ആത്മീയ ചൈതന്യത്തിൽ ഉപദേശത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെയോ നമുക്കെങ്ങും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം സ്വാമിയായത്? ഇദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു സന്യാസി അങ്ങനെയും വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സന്യാസി എന്ന് പറയുമ്പോഴും കുറേ കാര്യങ്ങളിൽ മാറ്റം വരണം. കാരണം അയൽവക്കാരും ഒക്കെ ആയിട്ട് രമ്യതയിൽ പോകണം സന്യാസി എന്ന് പറയുമ്പോൾ, എങ്കിലേ ആ ഒരു സന്യസ്ത ഇത് വരത്തുള്ളൂ. യോഗി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതശൈലി അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യോഗി എന്ന് വേണേൽ വിളിക്കാം. അത് പ്രൂവ് ചെയ്യണം. നമ്മളതിൽ ചുമ്മാ ഒരാളെ നമുക്കെങ്കിൽ വിളിക്കാം. അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഒരാൾ യോഗിയെന്നോ സന്യാസിയെന്നോ സ്വാമിയെന്നോ സ്വയം ഇപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ അതാണോ എന്നുള്ളതാണ്. അപ്പോൾ കപടതയില്ലാതെ പൂർണ്ണതയോടെ പ്രവർത്തിക്കുന്നത് എവിടെയാണോ അവിടെയാണ് സത്യം ജയിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അസത്യങ്ങളും അധർമ്മങ്ങളുമാണ്. അപ്പോൾ ധർമ്മം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സത്യമുണ്ടാകണം. അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മൾ കളങ്കമില്ലാത്ത ഒരു മനസാക്ഷിയോടെ അത് ചെയ്യുമ്പോഴാണത് അവിടെ അതിനൊരു പൂർണ്ണതയുണ്ടാകുന്നത്, അതിൽ നന്മയുണ്ടാകുന്നത്, അല്ലേ? നമുക്ക് ആരെയും പറ്റിക്കാം, പക്ഷേ നമ്മുടെ മനസാക്ഷിയെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല, അല്ലെ? സത്യം നമ്മളെപ്പോഴും പറയും. കളവ് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ സത്യം നമുക്കറിയാം. എന്നിട്ടാണ് നമ്മൾ കളവ് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കളവ് വരുന്നത്, അല്ലെ? സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ കളവ് സംസാരിക്കുന്നത്, കളവ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ അപ്പോഴുമുണ്ട്, ഞാൻ കളവാണ് പറയുന്നതെന്ന്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നന്മയിലേക്ക് ഈ സമൂഹത്തെ നമ്മൾ ഇനിയെങ്കിലും കൊണ്ടുപോകുന്നില്ലെങ്കിൽ അധർമ്മം വർദ്ധിച്ച് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്ത
ദുഷ്കരമായ ഒരവസ്ഥയിലേക്ക് അനുദിനം ഇത് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം കഴിയുമ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള ഒരു വീഴ്ച അതിഭീകരമായിരിക്കും. അതായത് നമ്മുടെ മറ്റേ സ്പേസിലെ എന്തോ ഒരു സാധനം നമ്മൾ തിരിച്ചു വന്നിട്ട് ആരാണ്ടൊക്കെ പോയി മരിച്ചല്ലോ മുമ്പ്. എന്താ പറയുന്ന ഒരു ഇന്ത്യൻ യുവതി ഉൾപ്പെടെ അമേരിക്കയുടെ ഒരു സ്പേസിൻ്റെ ഉപകരണം വന്നിട്ട് ഇങ്ങനെ, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അതിങ്ങനെ വന്ന് കറങ്ങി അത് ഭൂമിയിലോട്ട് വന്ന് അവസാനം വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം എന്താ, അതിൻ്റെ സ്പീഡ് താഴോട്ട് പതിക്കുമ്പോഴുള്ള അതിൻ്റെ സ്പീഡ് താങ്ങാൻ പറ്റാതെ അതിനിടയ്ക്ക് എവിടെയോ കുറേ ടൈലുകളൊക്കെ ഇളകിപ്പോയത് കൊണ്ട് അത് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ആ ചൂട് താങ്ങാൻ പറ്റാതെ പൊട്ടിത്തെറിച്ച് പോയി. ഇതേപോലെ നമ്മുടെ സംസ്കാരം, സമൂഹം അധർമ്മത്തിലേക്ക് നമ്മളിങ്ങനെ കൂപ്പുകുത്തി താഴേക്ക് വരുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇതിൻ്റെ സ്പീഡ് അങ്ങ് കൂടും. കൊലപാതകങ്ങൾ, പീഡനങ്ങൾ ഇതെല്ലാം വർദ്ധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം കെട്ടിപ്പടുക്കുക. ഒരു സംസ്കാരം, ഇപ്പം ചൈനക്കാർ പോലും അത് തിരിച്ചറിഞ്ഞു. അവർ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുവന്ന് ജോലി ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അവരെ കണക്കോ സയൻസോ പാട്ടോ ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ പാട്ടുകളൊക്കെ പഠിപ്പിക്കുക, അത്യാവശ്യം ഭാഷകളൊക്കെ ഇങ്ങനെ പാട്ടുകളും അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികളെ കുക്കിങ് പഠിപ്പിക്കുക, ആശാരിപ്പണി ചെയ്യിപ്പിക്കുക, കല്ല് കെട്ടാൻ, അതുപോലെ പലതരത്തിലുള്ള പൂക്കൾ നടാൻ, ചെടി നടാനൊക്കെ, പൂക്കളല്ല മറ്റേ പൂച്ചെടികളൊക്കെ നടുക, ഇങ്ങനെയുള്ള കലാപരിപാടികൾ പഠിക്കുക, കുക്കിങ് പഠിപ്പിക്കുക, പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, എന്നിട്ട് അത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പഠിപ്പിക്കുക. അവിടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ അവനേക്കാൾ മികച്ചതായിരിക്കണം, അവനേക്കാൾ ഒരു മാർക്ക് കൂട്ടണം, ഇവനെ തോൽപ്പിക്കണം, മറ്റവനെ പൊട്ടിക്കണം, ഇങ്ങനെ ഒരു മത്സര ബുദ്ധിയാണ്. ഈ മത്സര ബുദ്ധി ഒരിക്കലും നമുക്ക് നന്മ തരത്തില്ല. അവിടെ സംസ്കാരമില്ല, നന്മയില്ല. കാരണം ഒരു ഈശ്വരൻ്റെ, ഒരു ബ്രഹ്മത്തിൻ്റെ, അഥവാ നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ, പരബ്രഹ്മമായ ഈശ്വരൻ അവനായിരിക്കുന്നു. അവന് പ്രത്യേകിച്ച് അവിടെ വേറെ വികാര വിചാരങ്ങളൊന്നുമില്ല. ആ ദൈവമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ദൈവത്തിൽ നിന്ന് വന്ന വിവിധ ഭാവങ്ങളാണ് നമ്മൾ. അപ്പോൾ എല്ലാവരിലും ഈശ്വരനെ ദർശിച്ച് എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ഒരു ഭാവത്തിൽ വന്നാൽ നമ്മൾ മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരങ്ങളുടെയോ ഈഗോയുടെയോ ഒക്കെ പേരിലുള്ള കലഹം നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കാം. പുതിയൊരു സംസ്കാരം വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വരട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട്, പരബ്രഹ്മത്തോട്, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു വിഷയം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗോപൻ എങ്ങനെ സ്വാമിയായി എന്ന് ചോദിച്ചത്. സ്വാമി എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഏത് ദുഷ്ടകഥാപാത്രത്തെയും അല്ലെങ്കിൽ ദുർമാർഗങ്ങൾ ചെയ്യുന്നവരെയും നമുക്ക് സ്വാമി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്വാമി എന്നൊരാളെ നമ്മൾ വിളിക്കുമ്പോൾ അത് പ്രൂവ് ചെയ്യണം. അയാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതവും കർമ്മവും കൊണ്ട് പ്രൂവ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം സ്വാമിയായിട്ട് മാറുന്നത്. ശിവഗിരി ആശ്രമത്തിലെ ഏറ്റവും താഴെയുള്ള സ്വാമി എന്ന് പറഞ്ഞാൽ ഡൂക്രി സ്വാമി എന്നൊക്കെ പറഞ്ഞ ഒരാളാണെങ്കിൽ പോലും സ്വാമി തന്നെയാണ്. കഴിവുകളിൽ ചിലപ്പോൾ പൂർണ്ണത വൈകരിക്കാനോ അല്ലെങ്കിൽ സ്ഥിരത നേടാനോ ഒക്കെ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് വരാനോ ഒന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ അദ്ദേഹം സ്വാമിയായിരിക്കും. കാരണം എന്താ, ഗുരുമുഖത്ത് നിന്ന് കേട്ട കുറേ കാര്യങ്ങളുണ്ട്. ആശ്രമ ജീവിതത്തിൽ അവർ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ പോകുന്നു. പിന്നെ സ്വാമിമാർക്ക് വിവാഹം കഴിച്ച സ്വാമിമാരുണ്ട് അല്ലേ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ കുടുംബജീവിതം വെച്ചാൽ ഭാര്യ ഉണ്ടായിരുന്നു, പക്ഷേ ലൈംഗികമായൊരു ജീവിതം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം സദാസമയവും ധ്യാനവും പ്രാർത്ഥനയിലുമൊക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. പല ആത്മീയാചാര്യന്മാർക്കും ഭാര്യമാരുള്ളവരുണ്ട്. പഴയ കാലങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വടക്കേന്ത്യയിലും മറ്റുമൊക്കെ, തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു കുറ്റമൊന്നുമല്ല, മക്കളുണ്ടായതൊന്നും കുറ്റമല്ല. മഹാമുനിമാർക്കും ആശ്രമത്തിൽ ഭാര്യമാരും മക്കളുമൊക്കെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക. ഒന്നിൻ്റെയും പുറകെ അന്ധമായിട്ട് നമ്മൾ പോകരുത്. അപ്പോൾ ഒരു മൃതദേഹത്തെ വെച്ച് നമ്മൾ പൂജിക്കുമ്പോൾ ആ ആത്മാവിനും ആ മൃതദേഹവുമായിട്ട് ഒരിക്കലും പിന്നീടൊരു ബന്ധമില്ല. കാരണം അത് ഉച്ഛിഷ്ടമാണ്. ആത്മാവ് ഉപേക്ഷിച്ച് പോയ ഒന്നാണ്. അതിന് പിന്നീട് അവിടെ സ്ഥാനമില്ല. അത് ഈശ്വരഭാവം അതിലില്ല, പിന്നെ ആത്മീയ ഭാവവുമില്ല, രണ്ടുമില്ലാത്ത. അതാണ് ജഡം എന്നതിന് പറയുന്നത്. ജഡം അല്ലെ, സകല ജഡത്തിന്മേലും ആത്മാവിനെ അയക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം മഹേശ്വര ഭാവം, ചൈതന്യം, ബ്രഹ്മചൈതന്യം, ഈശ്വര ചൈതന്യം ഈ ജഡത്തിന്മേൽ വന്നാൽ മാത്രമേ അവിടെ ജീവനുള്ളൂ. അല്ലാത്തതെല്ലാം ജഡമാണ്. ദൈവിക ചൈതന്യമില്ലാത്തതെല്ലാം നശിപ്പിക്കപ്പെടും. അപ്പം മൃതദേഹങ്ങളെ പൂജിക്കുന്ന സംസ്കാരങ്ങൾ അത് നമുക്ക് ഭാരതീയ സംസ്കാരത്തിലില്ല. അത് നമ്മുടെ തന്നെ ചില സ്ഥാനമാനങ്ങൾക്കും നമ്മുടെ തന്നെ ചില കർണസുഖങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉരുത്തിരിഞ്ഞ് ഭവിച്ച ചില കാര്യങ്ങളാണ്.
പുരാതന ഋഷി സംസ്കാരത്തിൽ ഒരു മഹർഷിയുടെയും ശവം എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഭൗതിക ദേഹം അല്ലെങ്കിൽ അവരുടെ ജഡം അത് ആത്മാവ് വിയോഗം ദേഹവിയോഗം നടന്നതിന് ശേഷം വെച്ച് പൂജിച്ചതായിട്ടോ അല്ലെങ്കിൽ സമാധി ഇരുത്തിയിട്ടുണ്ടാകാൻ സമാധിച്ചാൽ ഇതുപോലെ ഇരുത്തി സംസ്കരിച്ചിട്ടുണ്ടാകാം, ഇരുത്തി കുഴിച്ചിടുകയോ അങ്ങനെ അല്ലെങ്കിൽ നിർത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം. പക്ഷേ അവർ ആരും തന്നെ അത് പൂജിക്കുകയോ ഉണങ്ങുകയോ അങ്ങനെ ഒരു കുടീരമാക്കി അതിനെ ആരാധിക്കുകയോ ഒന്നും ഭാരത സംസ്കാരത്തിൽ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. അത് ഏത് വിശ്വാസത്തിലാണെങ്കിലും അത് നമുക്ക് പറ്റത്തില്ല. കാരണം ആ ശരീരവും ആത്മാവുമായിട്ട് പിന്നെ ഒരു ബന്ധവുമില്ല. ആ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ നന്മയുണ്ടെങ്കിൽ ആ ശരീരത്തിൽ ചിലപ്പോൾ ആ നന്മയുടെ മിച്ചം അതിനകത്ത് അവശേഷിക്കും, അത് പെട്ടെന്നൊന്നും പോകത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അതേ തൊട്ടാൽ നമുക്ക് മരിച്ച ഒരാളുടെ ആ ഒരു ആത്മീയ ആചാര്യൻ്റെ ദേഹത്തോടുമ്പോൾ ചിലപ്പോൾ സൗഖ്യമുണ്ടായെന്ന് വരാം. അത് ആ ആത്മീയ ആചാര്യൻ തരുന്നതല്ല. ആത്മീയ ആചാര്യൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച ആ ദൈവിക ചൈതന്യം അതിൽ പിന്നീട് അവശേഷിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ അതിനകത്തോട്ട് ആ ആത്മാവും പക്ഷേ ആ ശരീരവുമായിട്ട് പിന്നീട് ബന്ധമില്ല. എത്ര അതിനകത്ത് ആത്മാവ് ജീവിച്ചിരുന്നൊരു കുടീരം, ഒരു കൂടാരം, അല്ലെങ്കിൽ ഒരു ഉടുപ്പ്, അല്ലെങ്കിൽ ഒരു ആ ഒരു അവസ്ഥ, ആ ഒരു സ്കെൽട്ടൺ, അതിനകത്ത് ദൈവിക ചൈതന്യം, അയാളിലുണ്ടായിരുന്ന ദൈവിക ചൈതന്യത്തിൻ്റെ ആ പ്രകാശത്തിൻ്റെ ഒരു അംശം അതിൽ അവശേഷിക്കാതിരിക്കാം. അതിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകാതിരിക്കാം. പക്ഷേ അതിനെ നമ്മൾ പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അത് പാടില്ല എന്നുള്ളതാണ്. അത് ഭാരതീയ ആ ഒരു സംസ്കാരത്തിലെ വിശ്വാസത്തിൽ ആചരിച്ചു പോകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാർക്കൊന്നും വലിയ സമാധി കുടീരങ്ങളൊന്നും ഇല്ലാത്തത്. മിക്കവരെയും തീപ്പെടുത്തുകയായിരുന്നു, അതായത് ദഹിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള സത്യങ്ങൾ അറിയാം. എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ പുല്ലുംപുറത്ത് പട്ടി തൂറുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുമ്പോൾ ചെല്ലുമെന്ന് വെച്ചാൽ നമ്മൾ അയ്യേ എന്ന് പറഞ്ഞ് നമ്മൾ കറങ്ങി തുപ്പരുത്, അത് പുല്ലുംപുറത്ത് ദേവിയാണ് എന്ന് പറയും. അപ്പോൾ കാണുന്നതിനൊക്കെ നമ്മൾ ആരാധിക്കരുത്, കാണുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കരുത്, ബോധ്യപ്പെടണം. അതിനാണ് നമ്മൾ പാലാഴി മദനം പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടാണ്. ആ തിരിച്ചറിവ് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കടഞ്ഞ് ശുദ്ധി ചെയ്തെടുക്കുന്ന നന്മ മാത്രമേ അവശേഷിക്കത്തുള്ളൂ. അതാണ് അമൃതം എന്ന് പറയുന്നത്. അതിന് മാത്രമേ നമുക്ക് മോക്ഷം തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അന്ധകാരത്തെ നീക്കി പ്രകാശത്തെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ്, തിരിച്ചറിവിനെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നമുക്ക് മോക്ഷത്തിലേക്ക് പോകാനായിട്ട് വരുന്നത്. അപ്പം സത്യത്തെ തിരിച്ചറിഞ്ഞ് തിന്മയെ, നമ്മുടെ ഉള്ളിലുള്ള അസുരഭാവങ്ങളെ ഇല്ലാതാക്കി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറയുന്നു. ഈശ്വര ചൈതന്യം ഉണ്ടാകട്ടെ. ആമേൻ.